സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് അസാപ്പിന്റെയും സിറ്റർ കളമശ്ശേരിയുടെയും സഹായത്തോടെ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ S5 കുട്ടികൾക്കായുള്ള ഇൻഡക്ഷൻ മെഷീൻസ് എന്ന സബ്ജക്റ്റ് ആണ് കൈകാര്യം ചെയ്യുന്നത്. ഇന്ന് നമുക്ക് റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ളത് ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിലെ ഇലക്ട്രിക്കൽ വിഭാഗം അധ്യാപികയായ ശ്രീമതി ടിനൂസ് കറിയ ടീച്ചറാണ്. ടീച്ചർ 2007 കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിടെക് ബിരുദം നേടിയ ശേഷം 2009 കാർമൽ പോളിടെക്നിക്കിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. പിന്നീട് 2018-20 വർഷത്തിലായി MTech ബിരുദം നേടാനുള്ള പഠനവും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഹോസ്റ്റ് ആയിട്ടുള്ളത് ശ്രീമാൻ ജ്യോതിലാൽ സാർ അവർകളാണ്. ഒപ്പം പാനലിസ്റ്റായി അനിൽകുമാർ സാറും വിനീത് സാറുമാണ് ഉള്ളത്. കോർഡിനേറ്റർ ആയിട്ടുള്ള എലിയ സാറിനെയും പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള ബിനു മാഡത്തെയും വിദ്യാർത്ഥികളേവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി ക്ലാസ്സുകൾ നയിക്കാനായി ടിനി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. 5ാം സെമസ്റ്റർ ഇലക്ട്രിക്കൽ വിദ്യാർത്ഥികളുടെ ഇൻഡക്ഷൻ മെഷീൻസ് എന്ന സബ്ജക്റ്റിന്റെ 2ാമത്തെ സെക്ഷൻ ആണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ആദ്യത്തെ സെക്ഷൻ നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ യൂണിറ്റ് 1 നമ്മൾ പഠിക്കുന്നത് ട്രാൻസ്ഫോമറിന്റെ ഒരു സ്റ്റഡിയാണ്. ട്രാൻസ്ഫോമറിന്റെ കംപ്ലീറ്റ് സ്റ്റഡിയാണ് നമ്മൾ യൂണിറ്റ് 1 നടത്തുന്നത്. അപ്പോൾ ആദ്യത്തെ സെക്ഷനിൽ ഒരു ട്രാൻസ്ഫോമർ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. എന്തായിരുന്നു ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന ഡിവൈസ് ഒരു സർക്യൂട്ടിൽ നിന്ന് അടുത്ത സർക്യൂട്ടിലേക്കുള്ള എനർജി ട്രാൻസ്ഫോമിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് അല്ലെ. ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എനർജി ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു സ്പെഷ്യൽ ഫീച്ചർ എന്താന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഡിവൈസ് ആണെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള മെഷീൻസിനെ വെച്ച് നോക്കുമ്പോൾ ഇതിനധികം മൂവിങ് പാർട്സ് ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള മെഷീൻസ്, അതായത് ജനറേറ്റർ ആയിക്കോട്ടെ, മോട്ടോർ ആയിക്കോട്ടെ, ഏത് മെഷീൻസ് ആയിക്കോട്ടെ, അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ട്രാൻസ്ഫോമറിന് ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് ട്രാൻസ്ഫോമർ. അതിന്റെ മെയിൻ കാരണം ഇത് തന്നെയാണ്, ദാറ്റ് ഈസ് എ സ്റ്റാറ്റിക് ഡിവൈസ് അല്ലെങ്കിൽ ഒരു സ്റ്റേഷനറി ഡിവൈസ്. പിന്നീട് അന്നത്തെ ക്ലാസ്സിൽ സാറ് ഡിസ്കസ് ചെയ്തത് ഇതിന്റെ കൺസ്ട്രക്ഷൻ വൈസിനെ പറ്റിയാണ് സാറ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൺസ്ട്രക്ഷനിൽ മാഗ്നറ്റിക് കോർ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. അതൊരു ലോ റിലക്റ്റൻസ് പാത്ത് ഫ്ലക്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ വൈസിൽ അതിനെ കോർ ടൈപ്പ് എന്നും ഷെൽ ടൈപ്പ് എന്നും ബെറി ടൈപ്പ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കൺസെപ്റ്റ് ആയിരുന്നു അല്ലെ. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ എങ്ങനെ ആയിരിക്കും? ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന് ലീക്കേജ് ഇല്ല, ലോസസ് ഇല്ല, 100% എഫിഷ്യൻസി ഉള്ള ഒരു ട്രാൻസ്ഫോമർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നു അത്രത്തോളം ഔട്ട്പുട്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തത്. അപ്പൊ ഈ 2ാമത്തെ സെക്ഷനിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന അടുത്ത പോർഷൻ എന്ന് പറയുന്നത് EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ആണ്. ഇത്രയും ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞാൽ അടുത്ത പോർഷൻ നിങ്ങൾക്ക് സിലബസിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ആണ്. അപ്പോൾ അതിന്റെ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് ഹിഡൻ ആയിട്ട് കിടപ്പുണ്ട്. നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്നുള്ളത് അതിന്റെ ഹെഡിങ്ങിൽ തന്നെ കിടപ്പുണ്ട്. എന്റെ ഈ പിക്ചർ നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലെ. അതില് EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഫൈനലായിട്ട് വരുന്ന ആൻസർ എന്തായിരിക്കും? പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF, അതായത് E1 ഒരു ഇക്വേഷൻ, E2 ഒരു ഇക്വേഷൻ. സോ അതുവഴി നമുക്ക് എന്ത് മെഷർ ചെയ്യാൻ പറ്റും? പ്രൈമറി വൈൻഡിങ്ങിലും സെക്കൻഡറി വൈൻഡിങ്ങിലും ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. ശരിക്കും S5 സ്റ്റുഡൻസിന് നിങ്ങളുടെ എക്സാമിന് ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതിന്റെ കൂടെ പ്രോബ്ലവും ചോദിക്കും. അതുപോലെ തന്നെ ഇത് ഡയറക്റ്റ് ആയിട്ടും നിങ്ങൾക്ക് EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ഡിറൈവ് ചെയ്യാനായിട്ട് ചോദിക്കും. നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. അപ്പോൾ അത് ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1-2
പിക്ചറുകൾ നമുക്ക് വേണം. അതിൽ ആദ്യത്തെ ഫിഗർ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ആ ഫിഗർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ, ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ എന്ന് വേണമെങ്കിൽ ഈ ഫിഗറിനെ നമുക്ക് വിളിക്കാം അല്ലെ. EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമറിൽ ഡിറൈവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം വരയ്ക്കേണ്ട ഒരു ഫിഗർ ആണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഇതിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിക്കേ. ഇതിലൊരു മാഗ്നറ്റിക് കോർ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള മാഗ്നറ്റിക് കോർ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ആ കോറിനകത്ത് ഇൻസൈഡ് ആയിട്ട് ഡോട്ടഡ് ലൈന് ഫ്ലക്സ് എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള കോർ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. പിന്നീട് എന്താണ് നമ്മൾ വരയ്ക്കേണ്ടത്? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പാർട്സ് ഏതാണ്? ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമ്മൾ എന്ത് വരയ്ക്കണം? വൈൻഡിങ്സ് വരയ്ക്കണം അല്ലെ. ലെഫ്റ്റ് സൈഡിലുള്ള വൈൻഡിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പ്രൈമറി വൈൻഡിങ് അല്ലെ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ് മുതലേ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ സെക്കൻഡറി സൈഡിലുള്ള വൈൻഡിങ് അല്ലെ, റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വൈൻഡിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി വൈൻഡിങ് അല്ലെ. അപ്പൊ രണ്ട് വൈൻഡിങ്സും നമ്മൾ വരച്ചു, പ്രൈമറി വൈൻഡിങ്ങും വരച്ചു, സെക്കൻഡറി വൈൻഡിങ്ങും വരച്ചു. ഇനി എന്താണ് വേണ്ടത്? നമുക്ക് കുറെ ടേംസ് അതിനകത്ത് കാണാം. പ്രൈമറി സൈഡിൽ കുറെ ടേംസ് ഉണ്ട്, സെക്കൻഡറി സൈഡിലും കുറെ ടേംസ് ഉണ്ട്. നോക്കിക്കേ, ഏതൊക്കെയാണ് പ്രൈമറി സൈഡിലുള്ള ടേംസ്? V1, I1, E1 ആൻഡ് N1. V1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമുക്കറിയാം, പ്രൈമറി വൈൻഡിങ്ങിലോട്ടായിരിക്കും നമ്മൾ എന്ത് കണക്ട് ചെയ്യുക? നമ്മുടെ സപ്ലൈ വോൾട്ടേജ് കണക്ട് ചെയ്യുക. സോ V1 ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ്. അടുത്തത് I1 എന്തായിരിക്കും? ഇൻപുട്ട് കറണ്ട്. ദെൻ അടുത്ത എന്താണ് പോയിന്റ്? E1 എന്തായിരിക്കും? EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി. അങ്ങനെയാണെങ്കിൽ N1 എന്തായിരിക്കും? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി. അപ്പോൾ ആ P എന്ന് പറയുന്നത് പ്രൈമറിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്രൈമറിയിലുള്ള 4 ടേംസും നിങ്ങൾക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലെങ്കിൽ എഴുതാമെങ്കിൽ സിമ്പിൾ ആയിട്ട് സെക്കൻഡറിയിലെ ടേംസ് എഴുതാവോ? സിമ്പിൾ ആയിട്ട് എഴുതാം. എന്തൊക്കെയാണ്? N2 എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി. E2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി. V2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി. ആൻഡ് I2 ഇസ് ദ സെക്കൻഡറി കറണ്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് കറണ്ട്. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുടെ ഈ സെക്കൻഡറിയിൽ എഴുതിയിട്ടുണ്ട്. എന്താ നോക്കിക്കേ, സെക്കൻഡറി സൈഡിൽ നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത്? നോ ലോഡ് എന്ന് കാണിച്ചിട്ടുണ്ട്. എന്താ അതിന്റെ മീനിങ്? നോ ലോഡ്. നോ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡറി സൈഡിൽ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്യാത്ത കണ്ടീഷനെയാണ് നോ ലോഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് അല്ലെ. നമ്മളൊരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കൺസെപ്റ്റ് ആണ് ഇപ്പോഴും നമ്മുടെ മനസ്സിൽ. നമ്മൾ ലോഡ് ഒന്നും ഔട്ട്പുട്ടിൽ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് സെക്കൻഡറിയുടെ ആ എൻഡ് പോയിന്റിന്റെ അവിടെ നോ ലോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതൊരു ഓപ്പൺ സർക്യൂട്ട് ആയിട്ട് മാറി. അപ്പോൾ കറസ്പോണ്ടിങ്ങിലെ I2 ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? അവിടെ I2 ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതുകൊണ്ടാണ് സെക്കൻഡറി കറണ്ട് എന്ന് പറയുന്നത് 0 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി നോക്കിക്കേ, E2 ഇസ് ഈക്വൽ ടു V2 എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കൺസെപ്റ്റ് ആണ്. E2 ഇസ് ഈക്വൽ ടു V2. അപ്പോൾ EMF ഇക്വേഷൻ ഓഫ് എ ട്രാൻസ്ഫോമർ ചോദിച്ചാൽ ആദ്യം നമ്മൾ ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ വരയ്ക്കുക, അതിന്റെ ടേംസ് എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇത്രയും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് ഒരു ഫിഗർ കൂടെ നമ്മൾ വരയ്ക്കണം. ഇതെന്ത് ഫിഗറാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് എന്ത് നേച്ചറാണ്? സൈൻസോയിഡൽ ഇൻ നേച്ചർ ആണ് അല്ലെ. എന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് AC സൈൻ വേവ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഔട്ട്പുട്ടിൽ ഒരു സൈൻ വേവ് ഇവിടെ വരച്ചു. ഉണ്ടോ? ഇവിടെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്? ഇതൊരു സൈക്കിൾ എന്നാ പറയുന്നത്. എന്താ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാല്? പോസിറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഒരു സെറ്റും നെഗറ്റീവ് ഹാഫ് സൈക്കിളിന്റെ ഒരു സെറ്റും കൂടെ ചേരുമ്പോഴാണ്, ഈ രണ്ട് ഹാഫ് സൈക്കിളും കൂടെ ചേരുമ്പോഴാണ് ഇതിനെ ഒരു സൈക്കിൾ എന്ന് വിളിക്കുക. ഓക്കെ, ഈ സൈക്കിളിന്റെ ടൈം പീരീഡ് ആണ് T is equal to 1/f. നമുക്കറിയാം ടൈം പീരീഡ് is equal to നമ്പർ ഓഫ് സൈക്കിൾസ് പെർ സെക്കൻഡ് ആണ്. സോ ടൈം പീരീഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? T is equal to 1/f ആണ്. അതാണ് ഈ സൈക്കിളിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനിയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത് this one. What is this? ഈ ഒരു സൈക്കിളില് അല്ലെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളില് ഇതിന്റെ മാക്സിമം ഫ്ലക്സ് ആണ് 5m എന്ന് കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്. ഈ പോയിന്റിൽ എത്തുമ്പോഴാണ് ഫ്ലക്സ് 0 ഇൻക്രീസ് ചെയ്ത് ഈ പോയിന്റിൽ എത്തുമ്പോഴായിരിക്കും എന്ത് സംഭവിക്കുക? ദ മാക്സിമം ഫ്ലക്സ് നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്യുക. ഈ മാക്സിമം ഫ്ലക്സ് ഏത് ടൈമിലായിരിക്കും ഡെവലപ്പ് ചെയ്യുക? ക്വാർട്ടർ ടൈമിലായിരിക്കും നമ്മുടെ മാക്സിമം ഫ്ലക്സ് അറ്റൈൻ ചെയ്യുക. അതുകൊണ്ടാണ് ടൈമിന്റെ അവിടെ T/4 എന്ന് റെപ്രസെന്റ് ചെയ്തത് അല്ലെ. മാക്സിമം ഫ്ലക്സ് നോക്കിക്കേ, ഇതൊരു നാല് സെക്ഷൻ ആയിട്ട് നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ആദ്യത്തെ 1/4 സെക്കൻഡ്സിലായിരിക്കും എന്ത് സംഭവിക്കുക? ദ മാക്സിമം ഫ്ലക്സ് നമുക്ക് അവിടെ അറ്റൈൻ ചെയ്യാൻ സാധിക്കുക. സോ നമ്മൾ എന്ത് എഴുതും? T is equal to 1/f ആണെങ്കിൽ മാക്സിമം ഫ്ലക്സ് അറ്റൈൻ ചെയ്യുന്ന ടൈം എത്രയായിരിക്കും? T is equal to 1/4 സെക്കൻഡ്സിലായിരിക്കും. അത് ഓർക്കണം കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് ഫിഗർ പറഞ്ഞു. ആദ്യമേ അതിന്റെ കൺസ്ട്രക്ഷൻ വൈസ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫിഗർ വരച്ചു, മാഗ്നറ്റിക് കോറും വൈൻഡിങ്ങും നമ്മൾ കാണിച്ചു. രണ്ടാമത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈൻ വേവ് അവിടെ വരച്ചു. ആ സൈൻ വേവിന്റെ ടൈം പീരീഡ്
പീരീഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. അതിന്റെ മാക്സിമം ഫ്ലക്സ് ഏത് ടൈമിലാണെന്നും നമ്മൾ കാണിച്ചു. ദാറ്റ് ഈസ് T/4, അല്ലെങ്കിൽ ടൈം T is equal to 1/4 സെക്കൻഡ്സിലായിരിക്കും ദ മാക്സിമം 5m എന്ന് പറയുന്ന മാക്സിമം ഫ്ലക്സ് അറ്റൈൻ ചെയ്യുക. അപ്പോൾ ഈ രണ്ട് ഫിഗർ വരച്ചതിന് ശേഷമാണ് നമ്മൾ ഏതിലേക്ക് പോകുന്നത്? ഡെറിവേഷനിലേക്ക് പോവുക. അപ്പൊ നമ്മൾ ഡെറിവേഷൻ എഴുതുമ്പോൾ നമുക്കറിയാം, നമ്മൾ എപ്പോഴും നമുക്ക് കുറച്ച് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നാണ് ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം നമുക്ക് അറിയാവുന്ന കുറെ ടേംസ് എഴുതാൻ പോവാണ്. ലെറ്റ് φm is equal to എന്താണ്? മാക്സിമം ഫ്ലക്സ് ഇൻ കോർ അല്ലെ? φm എന്ന് പറഞ്ഞാല് മാക്സിമം ഫ്ലക്സ് ഇൻ കോറിനെയാണ് നമ്മൾ φm എന്ന് റെപ്രസെന്റ് ചെയ്യുക. ഇതിന്റെ യൂണിറ്റ് എന്താണെന്നറിയാവോ? ഇതിന്റെ യൂണിറ്റ് ആണ് വെബർ കേട്ടോ. മാക്സിമം ഫ്ലക്സിന്റെ യൂണിറ്റ് അല്ലെങ്കിൽ ഫ്ലക്സിന്റെ യൂണിറ്റ് ആണ് വെബർ. ഈ ഫ്ലക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്, Bm × A. ഇത് നിങ്ങൾ ഫസ്റ്റ് ബേസിക്കലി നിങ്ങൾ പഠിക്കുന്നതാ. Bm എന്ന് പറഞ്ഞാല് ഫ്ലക്സ് ഡെൻസിറ്റി, A എന്ന് പറഞ്ഞാല് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പൊ നിങ്ങൾ പ്രോബ്ലത്തിൽ നിങ്ങളെ ട്വിസ്റ്റ് ചെയ്യിപ്പിക്കാനും നിങ്ങളെ നിങ്ങളെ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടി വേണമെങ്കിൽ ഇങ്ങനെയും φmന്റെ വാല്യൂ നിങ്ങൾക്ക് തരും. Bm തരും അല്ലെങ്കിൽ A തരും, എന്നിട്ട് φm കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നിങ്ങൾ ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും അല്ലെങ്കിൽ എപ്പോ ചോദിച്ചാലും φm is equal to Bm × A എന്നൊരു ഇക്വേഷനും കൂടെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കണം. പ്രോബ്ലത്തിൽ ട്വിസ്റ്റ് ചെയ്തായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നിങ്ങൾ പതറരുത്. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, φm എന്നുള്ളത് Bm × A എന്നൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. Bm എന്ന് പറഞ്ഞാല് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്, ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ കോർ ആണ്. ബാക്കിയുള്ള ടേംസ് എല്ലാം നമുക്കറിയാം. നോക്ക്, N1 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പ്രൈമറി ടേൺസ്. N2 എന്താണ്? നമ്പർ ഓഫ് സെക്കൻഡറി ടേൺസ്. F എന്താണ്? സപ്ലൈ ഫ്രീക്വൻസി. E1 is equal to RMS value of primary induced EMF. E2 എന്ന് പറയുന്നതോ RMS value of secondary induced EMF. ഇവിടെ എന്തിനാണ് RMS value നമ്മൾ കൺസിഡർ ചെയ്തത്? നമ്മുടെ ഔട്ട്പുട്ട് വേവ് ഫോം എന്ത് നേച്ചറാ? സൈൻസോയിഡൽ ഇൻ നേച്ചർ ആണ്. അതുകൊണ്ടാണ് നമ്മുടെ EMF നമ്മൾ ഏത് ഫോമിൽ എടുക്കേണ്ടത്? RMS വാല്യൂവിന്റെ രീതിയിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് E1 is equal to RMS value of primary induced EMF എന്ന് റെപ്രസെന്റ്. ഇനി നമ്മൾ ഡെറിവേഷനിലേക്ക് പോവുകയാണ്. നമ്മൾ സെക്കൻഡ് പറഞ്ഞ ഫിഗറിന്റെ സെന്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഫ്ലക്സ് ഇൻക്രീസസ് ഫ്രം ഇറ്റ്സ് 0 to മാക്സിമം വാല്യൂ φm in 1/4 of the cycle. ഉണ്ടോ? ഫ്ലക്സ് ഇൻക്രീസസ് ഫ്രം 0 to മാക്സിമം വാല്യൂ φm in 1/4 of the cycle. നമ്മൾ സെക്കൻഡ് ഫിഗറിൽ ഓൾറെഡി പറഞ്ഞു ഉണ്ടോ? φm എന്ന് പറയുന്ന മാക്സിമം ഫ്ലക്സ് ഏത് ടൈമിലാണ് എത്തുന്നത്? ക്വാർട്ടർ സൈക്കിളില് മാക്സിമം ഫ്ലക്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞു. സോ therefore in 1/4 of, that is 1/4 of സെക്കൻഡിലാണ് the flux become reaching from 0 to maximum. അതാണ് ഷോൺ ഇൻ ദ ഫിഗർ 2 എന്ന് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ φm എത്തുന്ന ടൈം എപ്പോഴാണ്? 1/4 of. ഇനിയും ഇലക്ട്രിക്കലുകാരെ എപ്പോഴും ഓർത്തിരിക്കേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫാരഡേസ് ലോ. നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ മെഷീൻസിന്റെയും ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? ഫാരഡേസ് ലോ ആണ് കേട്ടോ. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന എല്ലാ മെഷീൻസിന്റെയും ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ. അത് ഫസ്റ്റ് ഇയറിൽ മുതലേ നമ്മൾ പഠിക്കുന്നതാ. അത് ഫസ്റ്റ് ലോയും ഉണ്ട്, സെക്കൻഡ് ലോയും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ EMF ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സെക്കൻഡ് ലോ ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് സെക്കൻഡ് ലോ? ഫാരഡേസ് സെക്കൻഡ് ലോ എന്താണ്? The EMF induced is directly proportional to the rate of change of flux. എന്ന് വെച്ചാൽ എന്താണ്? EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ദാറ്റ് ഈസ് ദ ഫാരഡേസ് സെക്കൻഡ് ലോ. ഇവിടെ നോക്കിക്കേ, the EMF induced is directly proportional to the rate of change of flux. ഇനി therefore ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് d∅/dt. ആവറേജ് റേറ്റ് എങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ എടുത്തിരിക്കുന്നത്? ചേഞ്ച് ഇൻ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ടൈം അല്ലെ? അപ്പോൾ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് നമ്മൾ ചേഞ്ച് ഇൻ ഫ്ലക്സ് എവിടം വരെ ഉള്ളതാ കൺസിഡർ ചെയ്തത്? φm മാക്സിമം ഫ്ലക്സ് വരെ ഉള്ളതാണ് കൺസിഡർ ചെയ്തത്. ചേഞ്ച് ഇൻ ടൈം എവിടം വരെ ഉള്ളതാണ്? 1/4 of ആണ്. സോ d∅/dt എന്തായിട്ട് മാറും? φm ഡിവൈഡഡ് ബൈ 1 ഡിവൈഡഡ് ബൈ 4f. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4f φm വെബർ പെർ സെക്കൻഡ് ഓർ വോൾട്ട്. ഇതെന്ത് മാത്രമേ ആകുന്നുള്ളൂ? ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് മാത്രമേ ആകുന്നുള്ളൂ അല്ലെ? ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? 4f φm വെബർ പെർ സെക്കൻഡ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ആവറേജ് റേറ്റ് ആണോ വേണ്ടത്? നമുക്ക് വേണ്ടത് RMS വാല്യൂ ആണ്. RMS വാല്യൂ ആയതുകൊണ്ട് സിൻസ് φ വേരി സൈൻസോഡലി അല്ലെ? ഫ്ലക്സ് വേരി ചെയ്യുന്നത് സൈൻസോഡലി ആണെന്ന് നമ്മൾ പറഞ്ഞു.
നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോം ഫാക്ടർ എന്ന് പറഞ്ഞൊരു ടേം പഠിച്ചിട്ടുണ്ട്. എന്താണ് ഫോം ഫാക്ടർ? RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ ആണ് ഫോം ഫാക്ടർ. അപ്പൊ ഫോം ഫാക്ടറിന്റെ വാല്യൂ 1.11 ആണെന്ന് നമുക്കറിയാം. കോൺസ്റ്റന്റ് ആണ് അല്ലെ? ഫോം ഫാക്ടർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ടേം ആണ്. അതിന്റെ വാല്യൂ 1.11 ആണെന്ന് നമുക്കറിയാം. സോ നമ്മുടെ കയ്യിൽ ഫോം ഫാക്ടർ ഉണ്ട്, ആവറേജ് വാല്യൂ ഉണ്ട്. ആവറേജ് വാല്യൂ എന്താണ്? 4f/m ഉണ്ടോ? 4f/m വെബർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ കയ്യിലുള്ള ആവറേജ് വാല്യൂ. നമ്മുടെ കയ്യിലുള്ള ഫോം ഫാക്ടർ എത്രയാണ്? 1.11. അങ്ങനെയാണെങ്കിൽ നമുക്ക് RMS വാല്യൂ കിട്ടുമോ? എന്ത് ചെയ്യണം? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. Therefore, RMS value of EMF per turn എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1.11 into 4f/m volt. So what is the answer? 4.44 f into 5m volt. അതെന്താണ്? RMS value of EMF per turn ആണ്. അത് ഓർത്തിരിക്കണേ. RMS value of EMF per turn ആണ് 4.44 f into 5m volt. കേട്ടോ? 4.44 f into 5m volt എന്നുള്ളത് RMS value of EMF per turn ആണ്. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി വൈൻഡിങ് വേണം അല്ലെ? പ്രൈമറി വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്തിരിക്കുന്ന EMFന്റെ ഇക്വേഷൻ വേണം. ദാറ്റ് ഈസ് E1 വേണം. E1ന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? N1 നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കൊണ്ട് EMF പെർ ടേണിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് RMS value of induced EMF in the primary winding. That is E1 is equal to 4.44 f into N1 into 5m. 5m പകരം ഞാൻ പറഞ്ഞായിരുന്നു വേറൊരു ഇക്വേഷനും കൂടെ ഉണ്ട്. ഏതാണ്? ഫ്ലക്സ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ. അപ്പൊ 5m പകരം നമ്മൾ എന്തും കൂടി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുവാണ്? BM ഇൻറ്റു ഏരിയയും കൂടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദ EMF ഇക്വേഷൻ ഓഫ് ദ പ്രൈമറി വൈൻഡിങ് എന്ന് പറയുന്നത് 4.44 N1 into f into 5m. അങ്ങനെയാണെങ്കിൽ E2 എന്തായിട്ട് മാറും? E2 എന്തായിരിക്കും? ഒന്നും ചെയ്യണ്ട. പ്രൈമറി RMS വാല്യൂ ഓഫ് EMF പെർ ടേണിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? N2 കൊണ്ട് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? E2 കിട്ടും. അപ്പോൾ രണ്ട് ഇക്വേഷനും നമുക്ക് കിട്ടി. E2 എന്ന് പറയുന്നത് അപ്പൊ എന്തായിട്ട് മാറും? 4.44 f into N2 into 5m. അപ്പോൾ E1 കിട്ടി, E2 കിട്ടി അല്ലെ? അപ്പൊ നമ്മൾ രണ്ട് ഇക്വേഷനും നമ്മൾ കണ്ടുപിടിച്ചു. EMF ഇക്വേഷൻ ഇൻഡ്യൂസ് ഇൻ ദ പ്രൈമറി വൈൻഡിങ്ങും EMF ഇക്വേഷൻ ഇൻഡ്യൂസ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്ങും നമ്മൾ കണ്ടുപിടിച്ചു. വളരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പഠിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ആദ്യമേ നമ്മളൊരു കൺസ്ട്രക്ഷൻ, ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ വരച്ചു. അതിന്റെ ഔട്ട്പുട്ട് വേവ് ഫോം വരച്ചു. അതിൽ മാക്സിമം ഫ്ലക്സ് ഏത് ടൈമിലാണ് അറ്റൈൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു അല്ലെ? അതിനുശേഷം നമ്മൾ പതുക്കെ ഡെറിവേഷനിലേക്ക് വന്നു. ഡെറിവേഷനിൽ ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്ന് പറയുന്നത് d∅/dt ആണെന്ന് നമ്മൾ കണ്ടു. d∅ ചേഞ്ച് ഇൻ ഫ്ലക്സ് ആണ്. ചേഞ്ച് ഇൻ ഫ്ലക്സ് എന്ന് പറയുന്നത് 0 to മാക്സിമം ആണ്. സോ 5m എന്നുള്ളത് നമ്മൾ എടുത്തു. ആ ടൈം എന്ന് പറയുന്നത് 1/4 സെക്കൻഡ്സ് ആണ്. സോ ദ ആൻസർ ബിക്കം 4f/m എന്ന് വന്നു. ഇത് ആവറേജ് റേറ്റേ ആവുന്നുള്ളൂ. നമുക്ക് എന്താണ് വേണ്ടത്? RMS വാല്യൂ ആണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഫോം ഫാക്ടറിന്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്തു. RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. സോ നമുക്ക് EMF പെർ ടേൺ 4.44 f into 5m വോൾട്ട് എന്ന് കിട്ടി. അതുവഴി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? RMS വാല്യൂ ഓഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി വൈൻഡിങ് E1 ഉം RMS വാല്യൂ ഓഫ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് E2 ഉം കണ്ടുപിടിച്ചു. നീ എപ്പോ ചോദിച്ചാലും നിങ്ങൾ പറയണം വാട്ട് ഈസ് ദ ഇക്വേഷൻ ഓഫ് E1? എന്താണ് ഇക്വേഷൻ ഓഫ് E1? N1 ഇൻറ്റു അല്ലെങ്കിൽ 4.44 f into 5m into N1 അല്ലെ? E1 is equal to 4.44 f into 5m into N1. അങ്ങനെയാണെങ്കിൽ E2 ആണെങ്കിലോ 4.44 f into 5m into N2. E2 ആണെങ്കിൽ N2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. E1 ആണെങ്കിൽ N1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സിമ്പിൾ ആയിട്ടുള്ള ഒരു പോർഷൻ അല്ലായിരുന്നോ? നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. നമ്മൾ ഇനി അടുത്ത ഒരു ഇതിലേക്ക് പോകുന്നത്, നമ്മുടെ അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, നോക്കിക്കേ, നമ്മളിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട് അല്ലെ? E2 ഇക്വേഷൻ ഉണ്ട്, E1 ഇക്വേഷൻ ഉണ്ട്. EMF ഇൻഡ്യൂസ് ഇൻ ദ സെക്കൻഡറിക്കും ഒരു ഇക്വേഷൻ കിട്ടി, E1 ഇൻഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറിക്കും നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇതിനെ ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്യുക. E2 ഡിവൈഡഡ് ബൈ E1 ചെയ്യുക. എന്തായിരിക്കും സംഭവിക്കുക? E2 ഡിവൈഡഡ് ബൈ E1 ചെയ്യുമ്പോൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഇവിടെ കുറെ കോമൺ ആയിട്ടുള്ള ടേംസ് ഉണ്ട് രണ്ട് ഇക്വേഷനിലും. ഏതൊക്കെയാ? 4.44 f 5m അല്ലെ? രണ്ട് ഇക്വേഷനിലും 3 ടേംസ് കോമൺ ആണ്. അത് നമുക്കങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഫൈനലി എന്ത് കിട്ടും? E2 ഡിവൈഡഡ് ബൈ E1 എന്ത് കിട്ടും? N2 ബൈ N1 എന്ന് കിട്ടും. ഓക്കെ, ആ റേഷ്യോയെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ K. ഓക്കെ,
E2 divided by E1 is equal to N2 divided by N1 is equal to V2 divided by V1. ഈ റേഷ്യോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ കെ. ഈ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഫോർ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ആൻഡ് ഇറ്റ് ഈസ് ഓൺ നോ ലോഡ്, ഇൻപുട്ട് വി എ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് വി എ. ദെയർഫോർ V1 I1 is equal to V2 I2. അങ്ങനെ ആണെങ്കിൽ I2 by I1 എന്തായിട്ട് മാറും? 1/k ആയിട്ട് മാറും. അതായത് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് E2 by V1 is equal to N2 by N1 is equal to E2 by E1 is equal to I1 by I2 ആണ്. കറണ്ടിന്റെ ടേമിൽ മാത്രമേ ആ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണം, V2 by V1 is equal to N2 by N1 is equal to E2 by E1 is equal to I1 by I2. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് I2 by I1? I2 by I1 എടുക്കാം. I2 by I1 വരുമ്പോൾ റേഷ്യോ എങ്ങനായിട്ട് മാറും? I2 by I1 is equal to V1 by V2 is equal to E1 by E2 is equal to N1 by N2, that is equal to 1/k ആണ്. ആ റേഷ്യോയെ വിളിക്കുന്ന പേര് ടേൺസ് റേഷ്യോ എന്നാണ്. അപ്പൊ ഈ രണ്ട് റേഷ്യോകൾ തമ്മിൽ നിങ്ങൾ തെറ്റിച്ചു പോകരുത്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും ഉണ്ട്, ടേൺസ് റേഷ്യോയും ഉണ്ട്. ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ ആണെങ്കിൽ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് 1/k ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരെണ്ണം നിങ്ങൾ മനസ്സിൽ ഓർത്തിരിക്കുക. ഏതെങ്കിലും ഒരെണ്ണം മനസ്സിൽ ഓർത്തിരുന്നിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത റേഷ്യോ എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ മതി കേട്ടോ. അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ് നിങ്ങളുടെ മനസ്സിൽ ഓർക്കാൻ എളുപ്പമെങ്കിൽ K is equal to N2 by N1, E2 by E1, V2 by V1, ബട്ട് കറണ്ടിന്റെ ടേം വരുമ്പോൾ മാത്രം അത് I1 by I2 ആയിട്ട് മാറും. ആ ഒരു പോയിന്റ് മാത്രം നിങ്ങളിൽ ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് കറസ്പോണ്ടിംഗ്ലി ടേൺസ് റേഷ്യോ 1/k എന്താണെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിൽ ഓർമ്മയിൽ വരും. ഇനി നമ്മളൊരു മാനുഫാക്ചറിങ് പ്രോസസ്, ഒരു ട്രാൻസ്ഫോമറിന്റെ മാനുഫാക്ചറിങ് ടൈമിൽ എടുക്കുമ്പോൾ നമ്മൾ ആ തീരുമാനിക്കുന്നത് N2 എത്ര ടേൺസ് വേണം, N1 എത്ര ടേൺസ് വേണം, അല്ലെങ്കിൽ ഇത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണോ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഈ കെ എന്ന് പറയുന്ന ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, ഇവിടെ രണ്ട് കണ്ടീഷൻ പറയുന്നുണ്ട്. കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 കെ ഷുഡ് ബി ലെസ് ദാൻ 1. എന്താണ് കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1? കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? നമുക്കൊരു കൺസെപ്റ്റ് എടുക്കാം. N2 by N1 അല്ലെ? N2 by N1 ഇസ് എ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കെ ആണ്. അപ്പോൾ അതിന്റെ വാല്യൂ N2 ഡിവൈഡഡ് ബൈ N1 ഗ്രേറ്റർ ദാൻ 1 ആകണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഏത് കണ്ടീഷനിലായിരിക്കണം? അന്ന് ആലോചിച്ചേ. N2 ഡിവൈഡഡ് ബൈ N1 ഗ്രേറ്റർ ദാൻ 1 ആകണമെന്നുണ്ടെങ്കിൽ ന്യൂമറേറ്റർ ആണോ വലുത്, ഡിനോമിനേറ്റർ ആയിരിക്കുമോ വലുത്? ഏതായിരിക്കും വലുത്? ഡിനോമിനേറ്റർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ന്യൂമറേറ്റർ ആയിരിക്കണം. എങ്കിൽ മാത്രമേ കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 ആവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് എന്ത് ടൈപ്പ് ട്രാൻസ്ഫോമർ ആണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. സിമിലർലി അടുത്ത പോയിന്റ് നോക്കിക്കേ, കെ ലെസ് ദാൻ 1 ഉണ്ടോ? കെ ലെസ് ദാൻ 1 ആവുക. കെ ലെസ് ദാൻ 1 ആണെങ്കിലോ N2 by N1 ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കണം. N2 ഡിവൈഡഡ് ബൈ N1 ഷുഡ് ബി ലെസ് ദാൻ 1 ആയിരിക്കണമെങ്കിൽ ഡിനോമിനേറ്റർ ആയിട്ടുള്ള N2 ഏത് ഇതിലായിരിക്കണം? എങ്ങനത്തെ വാല്യൂ ആയിരിക്കണം? അത് ന്യൂമറേറ്ററെക്കാട്ടിലും ചെറുതായിരിക്കണം. N1-നെക്കാട്ടിലും ചെറിയ വാല്യൂ ആണെങ്കിൽ മാത്രമേ കെ ഷുഡ് ബി ലെസ് ദാൻ 1 ആവത്തുള്ളൂ. അപ്പോൾ കെ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന് വേണ്ടിയും കെ ഷുഡ് ബി ലെസ് ദാൻ 1 എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ടുമാണ്. ഈ രണ്ട് കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു മൂന്നാമത് ഒരു കണ്ടീഷനെ കൂടെ ആലോചിക്കണം അല്ലെ? ഗ്രേറ്റർ ദാൻ 1 ലെസ് ദാൻ 1 പറഞ്ഞു. ഇനി ഏതായിരിക്കും കണ്ടീഷൻ? K is equal to 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അത് നമ്മൾ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ഒരു സർക്യൂട്ടിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ അതിന്റെ ടേൺസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് മെയിൻ പോർഷൻ കേട്ടോ. EMF ഇക്വേഷനും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ സെക്ഷനിലെ പോർഷന്. EMF ഇക്വേഷൻ നിങ്ങൾ രണ്ട് ഫിഗർ വരയ്ക്കണം, രണ്ട് ഇക്വേഷനും ഓർത്തിരിക്കണം. E1 എന്ന് പറയുന്നത് 4.44 F into N1 into 5M ആണെങ്കിൽ E2 4.44 into F into 5M ആയിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആൻഡ് ടേൺസ് റേഷ്യോ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ്. നിങ്ങളിൽ പേനയും പെൻസിലും ഒക്കെ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. നിങ്ങൾ പേനയും പെൻസിലും ഒക്കെ എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനെയും ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? നോക്കിക്കേ, ദിസ് ഈസ് ദ പ്രോബ്ലം. ഒന്ന് വായിച്ചു നോക്കിക്കേ. എ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ഹാസ് 400 പ്രൈമറി ആൻഡ് 1000 സെക്കൻഡറി ടേൺസ്. എന്ന് വെച്ചാൽ എന്താണ്?
400 പ്രൈമറി നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 400 ആണ്. സെക്കൻഡറി ടേൺസ് എന്ന് പറയുന്നത് 1000 ആണ്. ദ നെറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഉണ്ടോ, അവര് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇട്ടതാണ്. ദ നെറ്റ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ കോർ ഈസ് 60 സ്ക്വയർ സെന്റിമീറ്റർ. അതിന്റെ കോറിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ തന്നിരിക്കുന്നത് 60 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ദ പ്രൈമറി വൈൻഡിങ് ഈസ് കണക്റ്റഡ് ടു 50 ഹെഡ് സപ്ലൈ. നമ്മുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 50 ഹെഡ് സപ്ലൈ ആണ്. അറ്റ് 520 വോൾട്ട്. നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 520. എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? പീക്ക് വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ കോർ. കണ്ടോ, പീക്ക് വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി. അപ്പൊ ഇതൊക്കെ വരുമ്പോഴത്തേക്കിനും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. പീക്ക് വാല്യൂ ഓഫ് ദ ഫ്ലക്സ് ഡെൻസിറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ അത് കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഏത് ഇക്വേഷൻ ഓർമ്മ വരണം? Φm is equal to Bm into A എന്നൊരു ഇക്വേഷൻ ഉണ്ടെന്നുള്ളത് സ്പോട്ടിൽ നിങ്ങൾ ഓർക്കണം. അപ്പം പീക്ക് വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് കേൾക്കുമ്പോഴേ അയ്യോ ഇത് പാടാണെന്ന് ഓർത്ത് ഇതിനെ വിട്ടുകളയരുത്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. പീക്ക് വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി കണ്ടുപിടിക്കണം, വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്ങും കണ്ടുപിടിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, Bm ഉം V2. ഇത് 2 കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കിക്കേ, നമ്മളൊരു പ്രോബ്ലം ഇങ്ങനെ തന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ഇങ്ങനത്തെ പ്രോബ്ലം നമുക്ക് തന്നാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? നമ്മുടെ ഡേറ്റാസ് എല്ലാം നമ്മൾ അങ്ങ് എഴുതിയെടുക്കും. നമുക്ക് അറിയാവുന്ന ഡേറ്റാസ് നമ്മൾ അങ്ങ് എഴുതും അല്ലെ. അപ്പൊ നോക്കിക്കേ, സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ ആണ്, 400 പ്രൈമറി ആൻഡ് 1000 സെക്കൻഡറി ടേൺസ്. അപ്പൊ നമ്മൾ സ്പോട്ടിൽ എഴുതി N1 is equal to 400, N2 is equal to 1000. Okay, the net cross sectional area of the core is 60 square centimeter. അപ്പൊ 60 സ്ക്വയർ സെന്റിമീറ്ററിനെ ഏരിയ എന്ന് പറയുന്നത് 60 സ്ക്വയർ സെന്റിമീറ്റർ ആണ്. ഞാൻ ഇവിടെ എടുത്തെഴുതിയപ്പോൾ 60 × 10⁻⁻4 സ്ക്വയർ മീറ്റർ ആക്കി അതിനെ കൺവേർട്ട് ചെയ്തു. അതുകൊണ്ടാണ് 60 × 10⁻⁴ സ്ക്വയർ മീറ്റർ എന്ന A is equal to വന്നത്. പിന്നെ ഞാൻ എന്തെഴുതി? ഫ്രീക്വൻസി F is equal to 50 ഹെഡ്സ് എന്ന് എഴുതി. സപ്ലൈ വോൾട്ടേജ് E1 is equal to 520 വോൾട്ട് എന്ന് എഴുതി. അപ്പൊ നമ്മുടെ ഡേറ്റാസ് എല്ലാം നമ്മൾ ആദ്യമേ അങ്ങ് എൻ്റർ ചെയ്തു. അപ്പൊ നമുക്ക് N1 ഉണ്ട്, N2 ഉണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K കണ്ടുപിടിക്കാം അല്ലെ. നമ്മൾ പഠിച്ചു ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്ന് പറയുന്നത് N2/N1 ആണ്. അപ്പൊ 2 വാല്യൂ ഇവിടെ ഉണ്ട്. ബാക്കി ഏത് E2/E1 ചെയ്താലും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കിട്ടും. പക്ഷെ ഇവിടെ E2 ഉണ്ടോ? ഇല്ല, E1 മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതിലേക്ക് പോവാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുക? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് N2 / N1. അപ്പൊ എന്ത് കിട്ടി? 1000 / 400 ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 എന്നുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടി. അതെന്താണ്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഓക്കെ, ശരിക്കും ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ? ഇല്ല. പക്ഷെ എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും? the voltage induced in the secondary winding കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും എന്ത് യൂസ് ചെയ്യേണ്ടത്? ഈ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ യൂസ് ചെയ്യേണ്ടത്. നമുക്ക് E1 മാത്രമേ ഉള്ളൂ അല്ലെ. നമുക്ക് E2 കിട്ടണം. E2 അല്ലെങ്കിൽ V2 നമുക്ക് കിട്ടണം. ഐഡിയൽ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് E1 എന്ന് E2നെയും V2 എന്നൊക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് E2 കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ K എന്ന് പറയുന്ന വാല്യൂ കിട്ടണം. എങ്കിൽ മാത്രമേ E2 നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ N2/N1 ഇട്ട് 2.5 എന്നുള്ള Kയുടെ ആൻസർ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ പോവുക. ദാറ്റ് ഈസ് E2 / E1 is equal to K ആണെന്ന് നമുക്കറിയാം. നമ്മുടെ കയ്യിൽ K-യും ഉണ്ട്, E1 ഉം ഉണ്ട് അല്ലെ. നമ്മുടെ കയ്യിൽ K-യും ഉണ്ട്, E1 ഉം ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. K × E1 നമ്മൾ ചെയ്തു. സോ വാട്ട് ഈസ് ദ ആൻസർ? 2.5 × 520. കണ്ടോ, നമുക്ക് ആദ്യത്തെ ഒരു പാർട്ടിന്റെ ആൻസർ കിട്ടി. ദ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് ദാറ്റ് ഈസ് E2 is equal to 1300 വോൾട്ട് എന്നുള്ള ആൻസർ കിട്ടി അല്ലെ. അപ്പൊ ആദ്യത്തെ പാർട്ടേ ആയിട്ടുള്ളൂ. നമ്മൾ ഇത്രയും ചെയ്തപ്പോഴും നമുക്ക് ആദ്യത്തെ പാർട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ, പീക്ക് വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ കോർ. ഉണ്ടോ, പീക്ക് വാല്യൂ ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ കോർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ഏതിലേക്ക് പോകണം? പീക്ക് വാല്യൂ ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ ഏത് ഇക്വേഷനിലാണ് വരുന്നത്? നമ്മുടെ ആദ്യത്തെ ക്ലാസ് എടുത്ത EMF ഇക്വേഷനിലാണ് ഈ ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ വരുന്നത്. അപ്പൊ നമുക്ക് നോക്കിക്കേ, നമ്മൾ E1 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. E1 is equal to എന്നാ വരും? 4.44 N1 F Bm × A. എന്തുകൊണ്ടായിരിക്കും നമ്മൾ Φm എടുക്കാതിരുന്നത്? Bm × A ഇടാൻ കാര്യം എന്താ? നമുക്ക് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ തന്നിട്ടുണ്ട്.
നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BM ആണ്. അതുകൊണ്ടാണ് E1 is equal to 4.44 N1 F into PM into A എന്നുള്ള ഇക്വേഷൻ നമ്മൾ എടുത്തത്. ഇനി നോക്കിക്കേ, നമ്മുടെ ഡേറ്റാസ് ഇതിനകത്തുനിന്ന് നമ്മൾ BM ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. സോ E1 ഡിവൈഡഡ് ബൈ 4.44 N1 F into A ചെയ്തു. ഈ ഡേറ്റാസ് എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. E1 നമ്മുടെ ഉണ്ട് 520, 4.4 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, F എന്ന് പറയുന്നത് 50 ഹെഡ്സ് ആണ്, N1 എന്ന് പറയുന്നത് 400 ആണ്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 60 into 10⁻⁻⁴ ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റർ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും 0.976 വെബർ പെർ മീറ്റർ സ്ക്വയർ. സിമ്പിൾ അല്ലേ? രണ്ട് ഇക്വേഷൻ കയ്യിലുണ്ടെങ്കിൽ 6 മാർക്കാണ് നമുക്ക് കിട്ടുക അല്ലെ. നമ്മൾ ഇത് അറ്റൻഡ് ചെയ്താൽ പ്രോഗ്രാം നമ്മുടെ പേപ്പറിൽ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്താൽ നമുക്ക് 6 മാർക്ക് വളരെ ഈസി ആയിട്ട് കിട്ടാവുന്ന രണ്ട് പോർഷൻ ആണ്. അപ്പൊ നിങ്ങൾ ഇത് വിട്ട് കളയരുത്. സിമ്പിൾ ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ, E1ഉം E2നുമുള്ള ഇക്വേഷൻ, അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോയും നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ചെറിയൊരു സെക്ഷനും കൂടെ ഉള്ളൂ ഇതിനകത്ത്. അത് നമ്മുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോകാം. ടീച്ചറെ, അതിനകത്ത് ഒരു കുട്ടിക്ക് ഒരു സംശയം. നമ്മുടെ ഈ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഇൻഡ്യൂസ് ചെയ്ത EMF സെയിം ആണ്. ഒരു ടേണിൽ ഇൻഡ്യൂസ് ചെയ്ത EMF എന്ന് പറഞ്ഞത് ഏതിന്റെ സാറേ? ഈ ഇക്വേഷനിലോ? 4.44 F5max എന്ന് പറഞ്ഞത് പ്രൈമറിയിലും സെക്കൻഡറിയിലും സെയിം ആണോ എന്നൊരു കുട്ടി സംശയം ചോദിച്ചിരിക്കുന്നു. അയ്യോ, അല്ലല്ല. പ്രൈമറിയിലെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അത് അതിന്റെ നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ E2ൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF അതിന്റെ നമ്പർ ഓഫ് സെക്കൻഡറി ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് E1ഉം E2നും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇക്വേഷൻ എടുത്തത്. E2 is equal to V2 എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ E1 is equal to V1 എന്ന് നമുക്ക് പറയാം. അല്ലാതെ E1ഉം E2ഉം ഒരിക്കലും ഈക്വൽ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അത് നമ്പർ ഓഫ് ടേൺസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് N1 കൊണ്ട് E1നെ മൾട്ടിപ്ലൈ ചെയ്തത്. E2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ടേൺസിന്റെ സെക്കൻഡറി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതും അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ഇക്വേഷൻ മതിയായിരുന്നല്ലോ. രണ്ട് ഇക്വേഷനും ഡിഫറെന്റ് ആയതുകൊണ്ടാണ് E1 ഒരു ഇക്വേഷൻ, E2 ഒരു ഇക്വേഷൻ പറഞ്ഞിരിക്കുന്നത്. EMF പെർ ടേൺ രണ്ടിടത്തും സെയിം ആണ്. EMF പെർ ടേൺ വേണമെങ്കിൽ 4.44 F into 5 എന്നുള്ള ഇക്വേഷൻ ഇട്ട് നമുക്ക് അതിന്റെ ആൻസർ കണ്ടു. അവിടെ പെർ ടേൺ ആണ്. അത് EMF പെർ ടേൺ വരുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ പ്രൈമറി വൈൻഡിംഗ് എന്ന് എടുത്ത് ചോദിച്ചാൽ E1 എന്നുള്ള ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുക്കണം. അത് തമ്മിൽ തെറ്റിപ്പോകരുത് കേട്ടോ. EMF പെർ ടേൺ എന്നുള്ളത് 4.44 F into 5m ആണ്. അത് നമ്പർ ഓഫ് വൈൻഡിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പക്ഷെ EMF ഇൻഡ്യൂസ് ഇൻ ദ പ്രൈമറി വൈൻഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ E1ന്റെ ഇക്വേഷൻ തന്നെ ഇട്ട് കൊടുക്കും. ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോർമർ എന്ന് ടീച്ചർ പറഞ്ഞതിനെ കുറിച്ച് ഒരു കുട്ടി ചോദിച്ചിരിക്കുന്നു. അതെന്താണെന്ന് ഒന്നുകൂടി പറയാമോ? ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന്റെ കൺസെപ്റ്റ് നിങ്ങൾ പുറകെ പഠിക്കുന്നുണ്ട്, എങ്കിലും ഇത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന്റെ K എന്ന് പറയുന്നത്, അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് 1 ആയിരിക്കും. K is equal to 1 എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമറിനുള്ളത്. അപ്പോൾ ഒരു വലിയൊരു സർക്യൂട്ടിനെ അതിന്റെ ഒരു ഭാഗം നമുക്ക് ഐസൊലേറ്റ് ചെയ്യണം. ബാക്കിയുള്ള കണക്ഷൻസുമായിട്ട് ഒരു റിലേഷൻ ഇല്ലാതെ ഒരു സർക്യൂട്ടിനെ മാത്രം, ഒരു പോർഷനെ മാത്രം നമുക്ക് ഐസൊലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ K is equal to 1 എന്ന് പറയുന്ന ആ വൈൻഡിംഗ് ഉള്ള ട്രാൻസ്ഫോമർ ആയിരിക്കും നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. അതിനെപ്പറ്റി ഒത്തിരി നിങ്ങൾ അങ്ങോട്ട് ഇത് ബറീഡ് ആവേണ്ട ആവശ്യമില്ല. നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണ്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണെന്നുള്ള കൺസെപ്റ്റ് മനസ്സിലാക്കുക. മൂന്നാമത് ഒരു പോർഷനും കൂടെ ഉണ്ട്, K is equal to 1 ആണ്. അത് ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഓർക്കുന്നുള്ളൂ. ഒരു സർക്യൂട്ടിനെ വേറൊരു പോർഷനുമായിട്ട് നമ്മൾ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രം ഓർത്താൽ മതി. അതുപോലെ ടീച്ചറെ, ചേഞ്ച് ഇൻ ടൈം DT ഈക്വൽസ് 1/4F എന്ന് എഴുതിയത് ടീച്ചർ ഒന്നുകൂടി പറയാമോ എന്നൊരു ചോദ്യവും കൂടെ ഉണ്ട്. ഓക്കെ, T is equal to 1/F ആണ് അല്ലെ. ടൈം പീരീഡ് എന്ന് പറയുന്നത് 1/F ആണ്. അങ്ങനാണെങ്കിൽ ഈ ടൈം എന്ന് പറയുന്നത് 1/4 ആണെങ്കിൽ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും? 1/4 എന്ന് പറയുന്ന സെക്കൻഡ്സിലാണ് മാക്സിമം ഫ്ലക്സ് അല്ലെങ്കിൽ φm എന്ന് പറയുന്നത് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ T is equal to 1/F ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ മാക്സിമം ഫ്ലക്സ് അറ്റൈൻ ചെയ്യുന്ന ടൈം പീരീഡ് എത്രയായിരിക്കും? T is equal to 1/4F ആയിരിക്കും. ആ T is equal to 1/F ആണെന്നുള്ള ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ആ ക്വാർട്ടർ ടൈമിലായിരിക്കും മാക്സിമം ഫ്ലക്സ് അറ്റൈൻ ചെയ്യാനും ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് T is equal to 1/4F ആണെന്നും നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി.
1/f എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും ആ ഇക്വേഷൻ കിട്ടും. T is equal to 1/f എന്നുള്ള ആ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ഫ്ലക്സിന്റെ ടൈം പീരീഡ് കിട്ടും. ഞാൻ ഈ അടുത്ത സെക്ഷനിലോട്ട് പൊക്കോട്ടെ. ഓക്കെ ടീച്ചറെ. ഓക്കെ, അപ്പൊ നമ്മള് ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് EMF ഇക്വേഷൻ, ഡയറക്റ്റ് ആയിട്ടുള്ള രണ്ട് ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K യെ പറ്റി നമ്മൾ പറഞ്ഞു. ഇനിയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് കണ്ടീഷൻ. നമ്മൾ ഇനിയും നമ്മൾ ഐഡിയൽ എന്നുള്ള കൺസെപ്റ്റ് മാറി നമ്മൾ പ്രാക്ടിക്കൽ കേസിലേക്ക് വരിക. ഇത്രയും നേരവും നമ്മളൊരു ഐഡിയൽ കൺസെപ്റ്റ് ആണ്. ഐഡിയൽ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ട്രാൻസ്ഫോമറിന് ലോസസ് ഒന്നും ഇല്ല, നമ്മൾ എന്തോ ഇൻപുട്ട് കൊടുക്കുന്നു അത്രത്തോളം ഔട്ട്പുട്ട് അവിടെ കിട്ടും, ലീക്കേജ് ഒന്നുമില്ല. ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു ഇതുവരെ നമ്മുടെ മനസ്സിൽ, ഐഡിയൽ ട്രാൻസ്ഫോമർ. പക്ഷെ നമുക്കത് പ്രാക്ടിക്കലി അത് പോസിബിൾ ആണോ? നമുക്ക് ചിന്തിക്കാം. ഐഡിയൽ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നമുക്ക് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ അല്ല. ഈവൻ ഇഫ് ഒരു നോ ലോഡ് കണ്ടീഷൻ ആണെങ്കിൽ പോലും അതിനകത്ത് ലോസസ് ഉണ്ടാകും. സ്മോൾ എമൗണ്ട് ഓഫ് ലോസസ് ഉറപ്പായിട്ടും ഉണ്ടാകും. ലോസസ് ഇല്ലാത്ത ഒരു മെഷീൻസും ഇല്ല. അപ്പോൾ ഐഡിയലിനെ പറ്റി നമുക്ക് ഇങ്ങനെ വാദോരാതെ സംസാരിക്കണം. ഐഡിയൽ അങ്ങനെയാണ്, ഐഡിയൽ ട്രാൻസ്ഫോമർ ഇങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ പ്രാക്ടിക്കൽ കേസ് വരുമ്പോൾ അത് ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ ഓർത്തിരിക്കണം. അപ്പൊ നമ്മൾ നേരെ നമ്മുടെ റിയൽ ആയിട്ടുള്ള കണ്ടന്റിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ്. ഇവിടെ ഞാൻ 1-2 ഫിഗർ, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ തന്നെയാണ്. നമ്മൾ ആദ്യം വരച്ച ഫിഗർ തന്നെയാണ് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത്, അല്ലെ? 1-2 വ്യത്യാസം മാത്രമേ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ബാക്കി എല്ലാം കൺസ്ട്രക്ഷനിൽ നോക്കുവാണെങ്കിൽ പിക്ചർ വളരെ സിമ്പിൾ ആയിട്ടുള്ള സെയിം ആയിട്ടുള്ള സാധനം തന്നെയാണ് നമ്മൾ കാണുന്നത്. നോക്കിക്കേ, ഇവിടെ നമ്മൾ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള കോറ് വരച്ചു. പ്രൈമറിയിലും സെക്കൻഡറിയിലും നമ്മൾ വൈൻഡിങ്സ് കണക്ട് ചെയ്തു. ഇനിയും പ്രൈമറിയിലുള്ള ടേംസ് എന്തൊക്കെയാ നോക്കിക്കേ. V1, E1, N1, I1 പകരം നമ്മൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? I0 എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. ആ ഒരു വ്യത്യാസം മാത്രമേ ഈ ഒരു ഫിഗറിലുള്ളൂ. ഓക്കെ, കാരണം എന്താണ്? നമ്മളിവിടെ നോ ലോഡ് കണ്ടീഷൻ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ നോ ലോഡിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ വരുന്നത്. നോ ലോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കഴിഞ്ഞ സെഷൻ ഇതിൽ പറഞ്ഞു, എന്താണ് നോ ലോഡ്? സെക്കൻഡറിയിൽ നമ്മൾ ലോഡൊന്നും കണക്ട് ചെയ്യാത്ത കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? നോ ലോഡ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ നോ ലോഡ് കണ്ടീഷനിൽ നമ്മുടെ ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക? I0 എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. ഉണ്ടോ? I0 എന്നായിരിക്കും നമ്മൾ അവിടെ റെപ്രസെന്റ് ചെയ്യുക. ബാക്കി എല്ലാ ടേംസും ഇവിടെ സെയിം അല്ലേ? V1 ഇൻപുട്ട് വോൾട്ടേജ്, E1 ഇൻഡ്യൂസ് ഇൻ ദ പ്രൈമറി, N1 നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി, ആൻഡ് I0 is the ഇൻപുട്ട് കറണ്ട്. നോ ലോഡ് ആയതുകൊണ്ട് മാത്രമാണ് I1 പകരം 1 എന്നുള്ളത് മാറ്റി നോ ലോഡ് ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ I0 എന്ന് റെപ്രസെന്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡറിയിൽ നോക്കിക്കേ, നമ്മൾ ആദ്യം കണ്ട ഫിഗർ പോലെ തന്നെ ഇവിടെ നോ ലോഡ് കണ്ടീഷൻ കാണിച്ചിട്ടുണ്ട്. S എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. N2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സെക്കൻഡറി ഓപ്പൺ ആക്കി വെച്ചത് കൊണ്ട് വാട്ട് ഹാപ്പൻ? ദ സെക്കൻഡറി കറണ്ട് I2 is equal to 0 ആണ്. E2 is equal to V2 ആണെന്നും നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വരയ്ക്കാമല്ലോ. ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്? ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡിൽ ഓർത്തിരിക്കേണ്ടത് ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് I0. അത് മാത്രം ഓർത്തിരിക്കുക. ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ വെക്ടർ ഡയഗ്രവും കാണിച്ചിട്ടുണ്ട്. സെക്കൻഡ് ഫിഗർ എന്ന് പറയുന്നത് ഇതൊരു റിയൽ കേസിന്റെ വെക്ടർ ഡയഗ്രമാണ്. നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് നോ ലോഡ് ട്രാൻസ്ഫോമറിൽ നമുക്ക് വേണ്ട ഒരു ട്രാൻസ്ഫോമറിന്റെ വെക്ടർ ഡയഗ്രമാണ് രണ്ടാമത്തതും. ആദ്യമേ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമറുമാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞായിരുന്നു ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആയിരിക്കും ഐഡിയലി വരിക, അല്ലെ? ലോസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ഓക്കെ, അപ്പം ലോസസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തായിരിക്കും വരിക? കറണ്ട് എന്ന് പറയുന്നത് പെർഫെക്റ്റ്ലി ലാഗ് ചെയ്യും. കണ്ടോ? 90 ഡിഗ്രി പെർഫെക്റ്റ്ലി ലാഗ് ചെയ്യും. ഇൻഡക്റ്റീവ് സർക്യൂട്ടിൽ അങ്ങനല്ലേ? ദ കറണ്ട് ബിക്കം ലാഗിങ് ദ വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അവിടെ ഒരു മാഗ്നറ്റൈസേഷൻ കറണ്ട് കാണിച്ചിട്ടുണ്ട്. അതിന്റെ എഫക്റ്റ് മൂലം ഫ്ലക്സ് അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയും E2 E1 കൗണ്ടർ ആയിട്ടാണ് നമ്മൾ എടുക്കുക. എന്തുകൊണ്ടാണ് E2 E1 കൗണ്ടർ ആയിട്ട് എടുക്കുക? കാരണം അക്കോർഡിംഗ് ടു ലെൻസസ് ലോ, അല്ലെ? അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിന് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക? EMF അവിടെ ഇൻഡ്യൂസ് ചെയ്യുക. ദാറ്റ് ഈസ് ലെൻസസ് ലോ കാരണമാണ് E2 E1 ഒക്കെ കൗണ്ടർ ആയിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ എടുത്തത്. ഇതൊരു ഐഡിയൽ കേസാണ്. പ്രാക്ടിക്കലി വരുമ്പോൾ അങ്ങനെയാണോ വെക്ടർ ഡയഗ്രാം? നോക്കിക്കേ,
പ്രാക്ടിക്കലി വരുമ്പം നമ്മൾ എന്താ കാണിക്കേണ്ടത്? ഇത് ഒരിക്കലും ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ല എന്ന് നമ്മൾ ഓർക്കണം കേട്ടോ. പ്രാക്ടിക്കൽ കേസിൽ വരുമ്പം ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് കണ്ടീഷൻ ആണെങ്കിൽ പോലും, ലോഡ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ പോലും ഇതൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ല. പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ മാത്രമേ കറണ്ട് ബിക്കം ലാഗിങ് ദ വോൾട്ടേജ് ബൈ പെർഫെക്റ്റ്ലി ബൈ 90 ഡിഗ്രി ആവത്തുള്ളൂ. ഇതൊരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് അല്ലാത്തത് കൊണ്ടും നോ ലോഡ് കണ്ടീഷനിലെ ലോസസ് ഉള്ളത് കൊണ്ടുമാണ് നമ്മൾ ഈ I0 എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ട് ലെസ് ദാൻ 90 ഡിഗ്രിയിൽ നമ്മൾ വരച്ചിരിക്കുന്നത്. കണ്ടോ, I0 എന്ന് പറയുന്നത് ലെസ് ദാൻ 90 ഡിഗ്രി, ദിസ് ആൻ ആംഗിൾ ഇസ് 50, ദാറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രിയിലുള്ള ആംഗിളിലായിരിക്കും I0 ഡെവലപ്പ് ചെയ്യുക. എന്താണ് അതിന്റെ റീസൺ? എന്തൊക്കെയാണ്? ഇറ്റ്സ് നോട്ട് എ പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട്. ഇത് ഒരിക്കലും ഒരു പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആകത്തില്ല. ഐഡിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ. പ്രാക്ടിക്കലി വരുമ്പം ഒരിക്കലും അതിന് ലോസസ് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ദർ ഷുഡ് ബി എ സം എമൗണ്ട് ഓഫ് അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ് ഈവൻ ഇഫ് ദ ട്രാൻസ്ഫോമർ ഈസ് നോ ലോഡ്. നോ ലോഡ് കണ്ടീഷൻ ആണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് അയൺ ലോസും കാണും, കോപ്പർ ലോസും കാണും. അതുകൊണ്ടാണ് I0 ബിക്കം ലാഗിങ് ലെസ് ദാൻ 90 ഡിഗ്രി എന്ന് പറയുന്നത്. ലാഗ് ചെയ്യും, I0 ലാഗ് ചെയ്യും, പക്ഷെ പെർഫെക്റ്റ്ലി 90 ഡിഗ്രി ആകത്തില്ല, ബട്ട് ലെസ് ദാൻ 90 ഡിഗ്രി. അതുകൊണ്ടാണ് 50 എന്ന് പറയുന്ന ആംഗിൾ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നോക്കിക്കേ, I0 എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ട് രണ്ട് കമ്പോണന്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് IW ആൻഡ് Imu കേട്ടോ. IW എന്നും Imu എന്നുമാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഒന്ന് ഗ്രീൻ ലൈനിലും ഒന്ന് ഓറഞ്ച് ലൈനിലുമാണ് കേട്ടോ. ഒന്ന് ഗ്രീൻ ലൈനിലും ഒന്ന് ഓറഞ്ച് ലൈനിലും നമ്മൾ I0ക്ക് രണ്ട് കമ്പോണൻസ് വരച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് IW ആൻഡ് Imu. ഇത് കുറെ പേരൊക്കെ ഉണ്ട് കേട്ടോ. IW-നും Imu-വിനും കുറെ പേരുകളുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുവാണ്, IW-വിനെ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് നമുക്ക് വിളിക്കാം കേട്ടോ. IW-വിനെ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് വിളിക്കാം. ഈ IW എപ്പോഴും ഏതിന് ഇൻഫേസ് ആയിരിക്കും? V1 ഇൻഫേസ് ആയിരിക്കും കേട്ടോ. റെസിസ്റ്റീവ് ഇൻ നേച്ചർ ആണ്. IW-വിനെ നമ്മൾ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് വിളിക്കും. Imu-വിനെ നമ്മൾ റിയാക്റ്റീവ് കമ്പോണന്റ് എന്നാണ് വിളിക്കുക. ദാറ്റ് ഈസ് ഇൻഫേസ് വിത്ത് ഫൈ. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ മാഗ്നറ്റൈസേഷൻ കമ്പോണന്റ് എന്നും വിളിക്കാം. അപ്പൊ IW-നെ ആക്റ്റീവ് കമ്പോണന്റ് എന്ന് ഓർത്തിരിക്കുക, Imu-വിനെ റിയാക്റ്റീവ് കമ്പോണന്റ് അല്ലെങ്കിൽ മാഗ്നറ്റൈസേഷൻ കമ്പോണന്റ് എന്നും നമ്മൾ വിളിക്കും. അപ്പൊ ഈ വെക്ടർ ഡയഗ്രാം വരയ്ക്കാൻ എളുപ്പമാണ്. ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ ഫിഗർ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് പ്രാക്ടിക്കൽ കൺസെപ്റ്റിലേക്ക് വരണം. പ്രാക്ടിക്കലില് I0 എന്ന് പറയുന്നത് ഒരിക്കലും ലാഗ് ചെയ്യത്തില്ല, 90 ഡിഗ്രി പെർഫെക്റ്റ്ലി ലാഗ് ചെയ്യില്ല. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ 90 ഡിഗ്രി ആയിരിക്കും. നോ ലോഡിലും ലോസസ് ഉള്ളത് കൊണ്ടാണ് I0 ഇങ്ങനെ വന്നിരിക്കുന്നത്. I0ക്ക് രണ്ട് കണ്ടന്റ് ഉണ്ട്, ദാറ്റ് ഈസ് ആക്റ്റീവ് കമ്പോണന്റും റിയാക്റ്റീവ് കമ്പോണന്റും. അപ്പൊ നോക്കിക്കേ, I0 ഏതിന്റെയൊക്കെ സം ആയിരിക്കും? ഈ ഒരു ട്രയാങ്കിൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മുടെ ഓർമ്മയിൽ ഏത് തീറം വരണം? പൈതഗോറസ് തീറം വരണം. അപ്പോൾ I0 എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ സം ആയിരിക്കും? IW-വിന്റെയും Imu-വിന്റെയും വെക്ടർ സം ആയിരിക്കും ഏത്? I0 എന്ന് പറയുന്നത് അല്ലെ. റൂട്ട് ഓഫ് IW സ്ക്വയർ പ്ലസ് Imu സ്ക്വയർ ആയിരിക്കും ഏത്? നോ ലോഡ് ഇൻപുട്ട് കറണ്ട്. ഉണ്ടോ? നോ ലോഡ് ഇൻപുട്ട് കറണ്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് കമ്പോണന്റിന്റെയും റിയാക്റ്റീവ് കമ്പോണന്റിന്റെയും വെക്ടർ സം ആയിരിക്കും നോ ലോഡ് ഇൻപുട്ട് കറണ്ട് അപ്ലൈയിങ് പൈതഗോറസ് തിയറം. ഈ ലൈൻ Imu ആണെങ്കിലും സ്പോണ്ടേനിയസ്ലി ഈ ലൈനും എന്തായിരിക്കും? Imu തന്നെയായിരിക്കും. ഇത് IW ആണെങ്കിൽ ഈ ലൈനും എന്തായിരിക്കും? IW തന്നെയായിരിക്കും. അതുകൊണ്ടാണ് പൈതഗോറസ് തിയറം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്ത് I0 ഇസ് ദ വെക്ടർ സം ഓഫ് അല്ലെങ്കിൽ വെക്ടർ അഡീഷൻ ഓഫ് IW ആൻഡ് Imu എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഫിഗർ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വേണം. ഈ ഫിഗർ ഫസ്റ്റ് ബേസിക് ആദ്യത്തെ ഫിഗറിൽ നമ്മൾ കൺസ്ട്രക്ഷൻ EMF ഇക്വേഷനിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സെയിം ഫിഗർ ആണ്. ഇതൊരു ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ വെക്ടർ ഡയഗ്രാം ആണ്. ഇതൊരു റിയൽ കേസ്, ഒരു ട്രാൻസ്ഫോമർ റിയൽ കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഈ വെക്ടർ ഡയഗ്രാം എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇൻപുട്ട് കറണ്ട് ഉണ്ട്, ഇൻപുട്ട് നോ ലോഡ് കറണ്ടിന് രണ്ട് കമ്പോണന്റ് IW ആൻഡ് Imu. IW എന്ന് പറയുന്നത് ആക്റ്റീവ് കമ്പോണന്റും Imu എന്ന് പറയുന്നത് റിയാക്റ്റീവ് കമ്പോണന്റുമാണെന്ന് നമ്മൾ പേര് കൊടുത്തു. IW എപ്പോഴും ഇൻഫേസ് വിത്ത് V1 ആയിരിക്കും, Imu എപ്പോഴും ഇൻഫേസ് വിത്ത് ഫൈ ആയിരിക്കും കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണ്. ഓക്കെ, നമുക്കറിയാവുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഫിഗറിൽ കണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ എഴുതാൻ പോവാം. W0 ഇസ് എ നോ ലോഡ് പവർ ഇൻപുട്ട്. നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇൻപുട്ട് വോൾട്ടേജ് V1 ഉണ്ട്, നമ്മൾ അപ്ലൈ ചെയ്തു ഇൻപുട്ട് വോൾട്ടേജ് V1. ഇവിടെ I0 എന്ന് പറയുന്ന കറണ്ട്, ഇൻപുട്ട് നോ ലോഡ് കറണ്ട് അവിടെ ഡെവലപ്പ് ചെയ്തു. സോ V1ഉം I0യും അവിടെ വന്നെങ്കിൽ
അവിടെ എന്ത് സംഭവിക്കും? ഒരു പവർ അവിടെ ഡെവലപ്പ് ചെയ്യും. ആ പവറാണ് W0, ദാറ്റ് ഈസ് എ നോ ലോഡ് പവർ ഇൻപുട്ട്. ഓർത്തിരുന്നോണേ, W0 എന്ന് പറയുന്നത് നോ ലോഡ് പവർ ഇൻപുട്ട് ആണ്. ബാക്കിയുള്ള എല്ലാ ടേംസും നമുക്കറിയാം. നോക്കിക്കേ, V1 എന്ന് പറയുന്നത് പ്രൈമറി സപ്ലൈ വോൾട്ടേജ് ആണ്. E1 E2 എന്ന് പറയുന്നത് പ്രൈമറി ആൻഡ് സെക്കൻഡറി ഇൻഡ്യൂസ് DMF ആണ്. I0 എന്ന് പറയുന്നത് നോ ലോഡ് പ്രൈമറി കറണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. IW ഉണ്ടോ? IW എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ഓർ അയൺ ലോസ് കമ്പോണന്റ് ഓഫ് I0. Imu എന്ന് പറയുന്നത് മാഗ്നറ്റൈസിങ് കമ്പോണന്റ് ഓഫ് I0. കോസ് φ0 എന്ന് പറയുന്നത് അതിന്റെ പവർ ഫാക്ടർ ആണ് കേട്ടോ. φ0 എന്ന് പറയുന്ന ആംഗിൾ നമ്മൾ കണ്ടില്ലേ? ഈ φ0 ആണ്, ഈ കോസ് φ0 ആണ് അതിന്റെ പവർ ഫാക്ടറിന് എടുത്തിരിക്കുന്നത്. Then no load power input is equal to W0 is equal to V1 I0 cos φ0, that is the iron loss. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ പറഞ്ഞു V1 എന്ന് പറയുന്ന വോൾട്ടേജും I0 എന്ന് പറയുന്ന ഒരു കറണ്ടും കൂടെ ഡെവലപ്പ് ചെയ്ത് ഇവിടെ ഒരു പവറും വന്നെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഈ പവർ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നുണ്ടോ? ഇൻപുട്ടിൽ വന്ന പവർ നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കുന്നുണ്ടോ? ഔട്ട്പുട്ടിൽ എവിടെങ്കിലും നമ്മൾ ആ പവർ കാണിച്ചോ? ഇല്ല, കാരണം I2 0 ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഈ ഡെവലപ്പ് ചെയ്ത ഈ പവർ പിന്നെ എവിടെ പോയി? ഇവിടെ ഇത് എവിടെ പോയി? ഇതാണ് നോ ലോഡ് കണ്ടീഷനിലെ ലോസ് കമ്പോണന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് കേട്ടോ. നോ ലോഡ് കണ്ടീഷനിലെ ലോസ് കമ്പോണന്റ് ആയിട്ട് വരുന്നതാണ് V1 I0 cos φ0 അല്ലെങ്കിൽ W0. അതിനെ വിളിക്കുന്ന പേരാണ് അയൺ ലോസ് കേട്ടോ. അപ്പൊ നോ ലോഡ് കണ്ടീഷനിൽ രണ്ട് ലോസസ് ആണ് മെയിൻ ആയിട്ടും ഉണ്ടാകുന്നത്, അയൺ ലോസും കോപ്പർ ലോസും. അയൺ ലോസിനെ വെച്ച് നോക്കുമ്പോൾ കോപ്പർ ലോസ് വളരെ നെഗ്ലിജിബിൾ ആണ്, വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് കൺസിഡർ ചെയ്തില്ല. അപ്പൊ നോ ലോഡ് കണ്ടീഷനിൽ നമ്മൾ ആകെ കൺസിഡർ ചെയ്യുന്ന ലോസ് എന്ന് പറയുന്നത് അയൺ ലോസ് ആയിരിക്കും. ഈ അയൺ ലോസ് എന്ന് പറയുന്ന കണ്ടന്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? V1 I0 cos φ0, ദാറ്റ് ഈസ് ദ നോ ലോഡ് പവർ ഇൻപുട്ട്. കാരണം അവിടെ ജനറേറ്റ് ചെയ്യുന്ന പവർ നമ്മൾ ഔട്ട്പുട്ടിലോട്ട് കാണുന്നുമില്ല, നമ്മളോട്ട് എടുക്കുന്നുമില്ല. പിന്നെ അത് എന്തായിട്ട് മാറുവാണ്? അത് ലോസ് ആയിട്ട് അങ്ങ് പോവുകയാണ്. ആ ലോസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? അയൺ ലോസ് എന്ന് വിളിക്കുക. നോക്കിക്കേ, ഇനിയും വെക്ടർ ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫ്രം ദ വെക്ടർ ഡയഗ്രാം ഇറ്റ് ഈസ് സീൻ ദാറ്റ് I0 ഹാസ് 2 കമ്പോണൻസ് അല്ലെ. I0ക്ക് 2 കമ്പോണന്റ് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു. ഏതാണ്? IW Imu. IW നമ്മൾ എന്തെന്നാ വിളിച്ചത്? ആക്റ്റീവ് കമ്പോണന്റ് എന്നും Imuവിനെ നമ്മൾ വിളിച്ചത് റിയാക്റ്റീവ് കമ്പോണന്റും എന്നാണ്. ഓർമ്മയുണ്ടല്ലോ? IW ആക്റ്റീവ് കമ്പോണന്റ് എന്നും Imuവിനെ റിയാക്റ്റീവ് കമ്പോണന്റ് എന്നുമാണ് വിളിച്ചത്. ഈ ആക്റ്റീവ് കമ്പോണന്റ് എപ്പോഴും നമ്മൾ കോസിന്റെ ടേമിലായിരിക്കും പ്രസന്റ് ചെയ്യുക കേട്ടോ. ആക്റ്റീവ് കമ്പോണന്റ് എപ്പോഴും ഏതിന്റെ ടേമിലായിരിക്കും? കോസിന്റെ ടേമിലാണെങ്കിൽ റിയാക്റ്റീവ് കമ്പോണന്റ് ഏത് ടേമിലായിരിക്കും? സൈന്റെ ടേമിലായിരിക്കും നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് IW is equal to I0 cos φ0യും Imu is equal to I0 sin φ0 എന്നും വന്നത്. അതൊരു കാര്യം നിങ്ങൾ ഓർത്തോണം. ആക്റ്റീവ് കമ്പോണന്റ് എപ്പോഴും കോസിന്റെ ടേമിലും റിയാക്റ്റീവ് കമ്പോണന്റ് എപ്പോഴും സൈന്റെ ടേമിലും ആയിരിക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. സോ IW is equal to I0 cos φ0, Imu is equal to I0 sin φ0. Then നമ്മൾ വെക്ടർ ഡയഗ്രത്തിൽ പറഞ്ഞു I0 എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ വെക്ടർ സം ആയിരിക്കും? IW ആൻഡ് Imu. സോ I0 is equal to root of IW square പ്ലസ് Imu സ്ക്വയർ കേട്ടോ. ഇതൊക്കെ നിങ്ങളോട് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന പോർഷൻസ് ആണ് ഇതൊക്കെ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. I0 എന്ന് പറയുന്നത് വെക്ടർ സം ഓഫ് 2 കമ്പോണൻസ്, ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് കമ്പോണന്റ്. ആക്റ്റീവ് കമ്പോണന്റ് കോസിന്റെ ടേമിലും റിയാക്റ്റീവ് കമ്പോണന്റ് സൈന്റെ ടേമിലും ആയിരിക്കും. സോ IW is equal to I0 cos φ0 ആണെങ്കിൽ Imu എന്ന് പറയുന്നത് I0 sin φ0യിലായിരിക്കും. ട്രാൻസ്ഫോമർ ഓൺ നോ ലോഡ് കണ്ടീഷൻ കൺസിസ്റ്റ് ഓഫ് 2 ലോസസ് അല്ലെ, അയൺ ലോസ് ആൻഡ് കോപ്പർ ലോസ്. ഓൺ നോ ലോഡ് കണ്ടീഷൻ കോപ്പർ ലോസസ് ആർ നെഗ്ലിജിബിൾ. ഏതിനെ വെച്ച് നോക്കുമ്പോഴാണെന്നറിയാവോ? അയൺ ലോസിനെ വെച്ച് നോക്കുമ്പോൾ കോപ്പർ ലോസ് വളരെ നെഗ്ലിജിബിൾ ആണ്. I²R എന്ന് പറയുന്ന കോപ്പർ ലോസ് വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ നോ ലോഡ് ലോസിൽ ഏത് മാത്രം കൺസിഡർ ചെയ്യുന്നത്? അയൺ ലോസ് മാത്രം കൺസിഡർ ചെയ്യുന്നത്. അയൺ ലോസ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? W0, ദാറ്റ് ഈസ് ഈക്വൽ ടു V1 I0 cos φ0. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ കൂടുതൽ മനസ്സിലാകണമെങ്കിൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ഇതിന്റെ ഹിഡൻ ആയിട്ടുള്ള കണ്ടന്റ് എവിടെയൊക്കെയാണ് ഇങ്ങനെ ഇത് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? എനിക്ക് ഇതിന്റെ തടസ്സങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുവാണ്. അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചാൽ കൊള്ളാം. നോ ലോഡ് കറണ്ട്
Okay. The no load current of a transformer is 5 ampere at 0.3 പവർ ഫാക്ടർ. നമ്മൾ ഈ നോ ലോഡ് കണ്ടീഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടും. The no load current of a transformer is 5 ampere at 0.3 power factor when supplied at 230 volt 50 hertz. The number of turns on the primary winding is 200. Calculate the maximum value of flux in the core. രണ്ടാമത്തത് മാഗ്നറ്റൈസിങ് കറണ്ട് ആൻഡ് 3 അയൺ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ. അപ്പൊ 3 കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിക്കേ, നമ്മൾ ആദ്യം പഠിച്ച EMF ഇക്വേഷൻ തൊട്ട് ലാസ്റ്റ് പഠിച്ച മാഗ്നറ്റൈസിങ് കറണ്ട്, അയൺ ലോസ്, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോബ്ലം ആണ്. അപ്പം നോലോഡ് കമ്പോണന്റ് അല്ലെങ്കിൽ നോലോഡ് ഓഫ് എ ട്രാൻസ്ഫോമർ പഠിക്കുമ്പോൾ EMF ഇക്വേഷൻ മറന്നു പോകാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഈ ഇങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ ഓർമ്മയിൽ വന്നോണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചേ. നിങ്ങൾ ഇത് ചെയ്യണേ, ചെയ്ത് നോക്കണം. അല്ലാതെ വെറുതെ വായിച്ചു വിട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമേ എക്സാമിന് നമുക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. The no load current of a transformer is 5 ampere. No load current. അപ്പോൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യേണ്ടത്? I0 അല്ലെ? നോ ലോഡ് കറണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് I0. I0 is equal to എന്ത് വന്നു? 5 ampere. അത് നമ്മൾ എൻ്റർ ചെയ്തു. അറ്റ് 0.3 പവർ ഫാക്ടർ. അറ്റ് 0.3 പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ cos 50 is equal to എത്രയാണ്? 0.3 എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. 230 വോൾട്ട് 50 ഹെർട്സ് സപ്ലൈ. അപ്പൊ എന്തായി? നമ്മുടെ E1 അല്ലെങ്കിൽ V1 എത്ര എഴുതി? 230 വോൾട്ട് എന്ന് എഴുതി. ഫ്രീക്വൻസി എത്രയാണ്? 50 ഹെർട്സ് എന്നുള്ളത് നമ്മൾ എഴുതി. അപ്പൊ നമ്മൾ ഒരു പ്രോബ്ലം വായിച്ചു, നമുക്ക് മനസ്സിലായ ഡേറ്റാസ് എല്ലാം നമ്മൾ എഴുതി അല്ലെ? നമുക്ക് മനസ്സിലായ ഡേറ്റാസ് എല്ലാം നമ്മൾ എഴുതിയിരിക്കുവാണ്. E1 is equal to 230 വോൾട്ട്, നോ ലോഡ് കറണ്ട് 5 ആംപിയർ, നമ്മുടെ പവർ ഫാക്ടർ 0.3, ഫ്രീക്വൻസി 50 ഹെർട്സ്, നമ്പർ ഓഫ് ടേൺസ് 200. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി കണ്ടുപിടിക്കേണ്ട എന്തൊക്കെയാണ്? മാക്സിമം വാല്യൂ ഓഫ് ദ ഫ്ലക്സ് 5M കണ്ടുപിടിക്കണം, മാഗ്നറ്റൈസിങ് കറണ്ട് IμU കണ്ടുപിടിക്കണം, അയൺ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ W0 കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ആദ്യമേ നമ്മൾ 5M കണ്ടുപിടിക്കാൻ പോവാം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇവിടെ N1 എന്ന് പറയുന്ന ടേൺസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് E1 ഉണ്ട്. അപ്പൊ നമ്മൾ ഏത് ഇക്വേഷൻ ഇട്ട് കൊടുക്കും? E1 is equal to 4.44 F into N1 into 5M എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ ഇട്ട് കൊടുക്കും. കാരണം ബാക്കി എല്ലാ ഡേറ്റാസും നമ്മുടെ ഉണ്ട്. E1 നമ്മുടെ ഉണ്ട്, N1 നമ്മുടെ ഉണ്ട്. നമുക്ക് ഈസി ആയിട്ട് 5M കണ്ടുപിടിക്കാം അല്ലെ? 5M എങ്ങനെ കണ്ടുപിടിക്കും? 230 divided by, that means E1 divided by 4.44 F into N1. അതാണ് നമ്മൾ അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. 230 divided by 4.44 into 50 into 200. അപ്പൊ നമുക്കത് ചെയ്യുമ്പോൾ 5.18 മില്ലി വെബർ എന്നുള്ള ആൻസർ കിട്ടും. സോ ഫസ്റ്റ് മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ EMF ഇക്വേഷനിൽ പഠിച്ച ഇക്വേഷൻ ഇട്ട് മാക്സിമം വാല്യൂ കണ്ടുപിടിച്ചു. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? മാഗ്നറ്റൈസിങ് കറണ്ട് IμU കണ്ടുപിടിക്കണം. അവിടെയാണ് നമ്മുടെ ട്വിസ്റ്റ് കിടക്കുന്നത്. കാരണം I0 എന്ന് പറഞ്ഞാൽ √IW² പ്ലസ് IμU² ആണെന്ന് നമുക്കറിയാം അല്ലേ? അല്ലെ? I0 അല്ലെങ്കിൽ I0 എന്ന് പറയുന്നത് √IW² പ്ലസ് IμU² ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് IμU കണ്ടുപിടിക്കാൻ വേണ്ടി I0 നമ്മുടെ കയ്യിലുണ്ട്, cos 50 നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? IW എന്ന് പറയുന്ന വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ദാറ്റ് ഈസ് I0 cos 50. അപ്പോൾ IW കിട്ടിയേ? IW നമുക്ക് എത്ര കിട്ടി? 1.5 എന്ന് കിട്ടി. നമ്മുടെ കയ്യിൽ I0 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ IμU എങ്ങനെ കിട്ടും? √I0² മൈനസ് IW². അവിടെയാണ് അതിന്റെ ഒറിജിൻ. എവിടെയാ? I0 is equal to √IW² പ്ലസ് IμU² എന്നുള്ളതാണ് ഒറിജിനൽ ഇക്വേഷൻ. ആ ഒറിജിനൽ ഇക്വേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? IμU കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എടുത്തത്. IμU is equal to √I0² മൈനസ് IW². സോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടി? 4.77 ആംപിയർ എന്ന ഇക്വേഷൻ കിട്ടി. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയേ, 5M കിട്ടി, IμU കിട്ടി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് ലാസ്റ്റ് വൺ, അയൺ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ. അയൺ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ ഏതാണ്? W0, ദാറ്റ് ഈസ് V1 I0 cos 50. ഇവിടെ ഒന്നും ചെയ്യാനില്ല. V1 അവൈലബിൾ ആണ്, I0 അവൈലബിൾ ആണ്, cos 50 അവൈലബിൾ ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ഇക്വേഷൻ കിട്ടി? W0യുടെ വാല്യൂ കിട്ടി. ദാറ്റ് ഈസ് 345 വാട്ട്സ് എന്ന് പറയുന്ന ആൻസർ കിട്ടി. ഇനി നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം. ഒന്നുമില്ല, അത്യാവശ്യം 1-2 ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. നമ്മൾ S5 പഠിക്കുന്ന പിള്ളേരാണ്.
നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ ട്രാൻസ്ഫോമറിനെ കണ്ടും കേട്ടും അറിഞ്ഞും വളർന്നു വന്ന കുട്ടികളാണ്. നമ്മൾക്ക് ഇതൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 1-2 പ്രോബ്ലംസ് ആണ്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങളുടെ മനസ്സിൽ വേണം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ, സെക്കൻഡ് സെക്ഷനിൽ ഇവിടം വരെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു പ്രോബ്ലം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതേ സിമിലർ തന്നെയാണ് കേട്ടോ. ഇതേ സിമിലർ ആയിട്ടുള്ള വേറൊരു പ്രോബ്ലം കൂടെയാണ്. ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നമ്മൾ W0യും IMUവും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അതുകൂടെ നമുക്ക് ചെയ്യാമോ? പ്രോബ്ലം ഒന്നും കൂടെ പറയാം. അപ്പൊ ഇതൊന്നുകൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ നോ ലോഡ് കറന്റ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 5 ആംപിയർ അറ്റ് 0.3 പവർ ഫാക്ടർ. അപ്പൊ നോ ലോഡ് കറന്റ് എന്നുള്ളത് നമ്മൾ I0 എന്നുള്ളത് എത്ര റെപ്രസെന്റ് ചെയ്തു? 5 ആംപിയർ എന്നുള്ളത് റെപ്രസെന്റ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ പവർ ഫാക്ടർ നമുക്ക് 0.3 എന്നുള്ളത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നു. പവർ ഫാക്ടർ നമ്മൾ എഴുതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി 50 ഉണ്ട്. നമ്മുടെ നമ്പർ ഓഫ് ടേൺസ് 200 ഉണ്ട്. E1 ഈസ് ഈക്വൽ ടു 230. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് നമ്മൾ ആ ക്വസ്റ്റിനിൽ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ ഡേറ്റാസ് എല്ലാമാണ് നമ്മൾ ഇവിടെ എഴുതിയത്, അല്ലെ? നമുക്ക് മനസ്സിലാകാനായിട്ട് വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? സപ്ലൈഡ് അറ്റ് 230 വോൾട്ട്, ദാറ്റ് മീൻസ് V1, 50 ഹെർട്സ് ഫ്രീക്വൻസി, നോ ലോഡ് കറണ്ട് 5 ആംപിയർ അറ്റ് 0.3 പവർ ഫാക്ടർ. 0.3 പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏതാ? cos 50 ആണ് 0.3, അല്ലെ? പ്രൈമറി ടേൺസ് 200. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനിയും ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ട എന്താണ്? മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഇൻ ദ കോർ. EMF ഇക്വേഷൻ ആണെന്ന് ഓർത്തോണം. മാക്സിമം വാല്യൂ ഓഫ് ഫ്ലക്സ് ഇൻ ദ കോർ. സോ E1 ഈസ് ഈക്വൽ ടു 4.44 F ഇൻറ്റു N1 ഇൻറ്റു 5M, അല്ലേ? ഓക്കെ, E1 ഈസ് ഈക്വൽ ടു 4.44 F ഇൻറ്റു N1 5M ഇട്ട് കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മാക്സിമം ഫ്ലക്സ് കിട്ടും. നമ്മൾ ആൻസർ എഴുതി. ഓക്കെ, ഇനിയും അടുത്ത എന്താണ്? മാഗ്നറ്റൈസിങ് കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. IMU ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെയാണ് ഒരു ഇൻഡയറക്റ്റ് ഇത് വരുന്നത്. ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പോർഷൻ വരുന്നത് അവിടെ മാത്രമാണ്. IMU കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഏത് കണ്ടുപിടിക്കണം? IW കണ്ടുപിടിക്കണം. കാരണം എന്താണ്? I0 എന്ന് പറയുന്നത് ഏതിന്റെയൊക്കെ വെക്ടർ സം ആണ്? IW-വിന്റെയും IMU-വിന്റെയും വെക്ടർ സം ആയതുകൊണ്ട് IMU കിട്ടാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? IW കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. I0² മൈനസ് IW² ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം I0 എന്ന് പറയുന്നത് വെക്ടർ അഡീഷൻ ഓഫ് ഏതിന്റെയൊക്കെയാണ്? IMU ആൻഡ് IW ആണ്. അപ്പോൾ IMU കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ റൂട്ട് ഓഫ് I0² മൈനസ് IW² കിട്ടി. നമുക്ക് മാഗ്നറ്റൈസിങ് കമ്പോണന്റ് IMU കിട്ടി 4.77 ആംപിയർ എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അടുത്ത ക്വസ്റ്റ്യൻ തന്നിരിക്കുവാണ്. അയൺ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമർ W0. നമുക്കറിയാം അയൺ ലോസ് ഇൻ ദ ട്രാൻസ്ഫോമറിന്റെ ഇക്വേഷൻ എന്താണ്? V1 I0 cos 50. നമ്മുടെ ഇൻപുട്ട് പവർ ആണ് വരുന്നത്, അല്ലെ? നമ്മളിവിടെ കണ്ടീഷനിലെ ഇൻപുട്ട് പവറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അയൺ ലോസ് കമ്പോണന്റ്. കാരണം അവിടെ അതാണ് ഏറ്റവും കൂടുതൽ ലോസ്, ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് ഈ അയൺ ലോസ് എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. കാരണം നമ്മൾ ഇൻപുട്ടിൽ സപ്ലൈ കൊടുത്തു, നോ ലോഡ് കറണ്ട് ഡെവലപ്പ് ചെയ്തു, അവിടെ ഒരു പവർ ഉണ്ടായി. പക്ഷെ ഈ പവർ എന്ന് പറയുന്നത് നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കുന്നില്ല. നമ്മൾ ഔട്ട്പുട്ടിൽ കാണുന്നുമില്ല, നമ്മൾ ഔട്ട്പുട്ടിൽ എടുക്കുന്നുമില്ല. പിന്നീട് എന്താ സംഭവിക്കുക? അത് അതിനകത്ത് തന്നെ ലോസ് ആയി പോവുകയാണ്. അതുകൊണ്ടാണ് അയൺ ലോസ് ഏറ്റവും കൂടുതൽ പ്രോംപ്റ്റ് ആയിട്ട് നിൽക്കാൻ കാരണം അതാണ്. കോപ്പർ ലോസിനെക്കാട്ടിലും അയൺ ലോസ് ആണ് നോ ലോഡ് കണ്ടീഷനിൽ കൂടുതലായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ W0 ഈസ് ഈക്വൽ ടു V1 I0 cos 50 എന്നെടുത്തിരിക്കുന്നത്. 230 ഇൻറ്റു 5 ഇൻറ്റു 0.3 ദാറ്റ് ഈസ് ഈക്വൽ ടു 345 വാട്ട്സ് എന്ന് കിട്ടി. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. നിങ്ങൾ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് എഴുതി എടുത്തോളുക. നോ ലോഡ് കറന്റ് ഓഫ് എ ട്രാൻസ്ഫോമർ ഈസ് 15 ആംപിയർ അറ്റ് പവർ ഫാക്ടർ 0.2. ഒരു മിനിറ്റ്. ഓക്കെ, നോ ലോഡ് കറന്റ് ഓഫ് എ ട്രാൻസ്ഫോമർ സെയിം പ്രൊസീജിയർ തന്നെയാണ്. അഡീഷണൽ ആയിട്ട് ഒന്നുമില്ല. നമ്മൾ ആദ്യം കണ്ട പ്രോബ്ലത്തിന്റെ ഒരു ഡിറ്റോ ആണെന്ന് തന്നെ പറയാം. അപ്പൊ നിങ്ങൾക്കൊന്ന് ചെയ്ത് പഠിക്കാനായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി ഞാൻ തന്നേ ഉള്ളേ. The no load current of a transformer is 15 ampere at a power factor 0.2 when connected at a 460 volt 50 hertz supply. Estimate the iron loss and magnetizing component of the current. എന്താ കണ്ടുപിടിക്കേണ്ടത്? അയൺ ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? W0യും മാഗ്നറ്റൈസിങ് കമ്പോണന്റ് എന്ന് പറയുന്നത് IMU ആണ്. അപ്പൊ നമുക്ക് cos 50 ഉണ്ട്. നമ്മൾ IW കണ്ടുപിടിക്കാൻ വേണ്ടി I0 cos 50 കണ്ടുപിടിച്ചു. IMU കണ്ടുപിടിക്കാൻ വേണ്ടി റൂട്ട് ഓഫ് I0² മൈനസ് IW² നമ്മൾ ചെയ്തു. നമുക്ക് IMU കിട്ടി. W0 കണ്ടുപിടിക്കാൻ വേണ്ടി V1 I0 cos 50 എന്നൊരു ഇക്വേഷൻ ഇട്ട് കൊടുത്ത് നമുക്ക് അയൺ ലോസ് കമ്പോണന്റും കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് cos 50 ഇവിടെ ഉണ്ട്. cos 50 എടുക്കുവാണെങ്കിൽ cos ഇൻവേഴ്സ് ഓഫ് 0.2 കിട്ടുവാണെങ്കിൽ 50 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് sin 50 വഴി I0 sin 50 വഴി IMU കണ്ടുപിടിക്കാം. എങ്ങനെ വേണമെങ്കിലും IMU കണ്ടുപിടിക്കാം കേട്ടോ. ഈ മെത്തേഡ് പോയില്ല എന്നുണ്ടെങ്കിൽ IMU എന്ന് പറയുന്നത് I0 sin 50 എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഈ cos 50 എന്ന് 50 കണ്ടുപിടിച്ചിട്ട്
I0 sin phi 0 എന്നുള്ള ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റൈസിങ് കമ്പോണന്റ് കിട്ടും. ഏത് രീതിയിൽ വേണേലും നമുക്ക് ചെയ്താലും ഈ IMU കിട്ടും കേട്ടോ. അത് നിങ്ങളുടെ ലോജിക് അനുസരിച്ച് വേണം നിങ്ങൾക്ക് ചെയ്യാൻ. അപ്പോൾ ഓർത്തിരിക്കേണ്ടത് IW എന്ന് പറയുന്നത് I0 cos phi 0 ആണെന്നും IMU എന്ന് പറയുന്നത് I0 sin phi 0 ആണെന്നും നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ആ ഒരു കാര്യം ഓർത്തിരുന്നാൽ നമുക്ക് ഈ പ്രോബ്ലം വേഗം സോൾവ് ചെയ്യാൻ പറ്റും. ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ആരും നിർബന്ധം പറയത്തില്ല. ഈ IW കണ്ടുപിടിച്ചിട്ട് IMUവിലേക്ക് പോകണമെന്ന് ആരും പറയത്തില്ല. നമുക്ക് ലോജിക് ഉപയോഗിക്കാം. cos phi 0 നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ phi 0 നമുക്ക് എടുക്കാൻ വേണ്ടി cos inverse 0.2 ചെയ്യാം. അപ്പൊ sin phi 0യുടെ ആൻസർ കിട്ടും. sin phi 0യും I0യുടെ മൾട്ടിപ്ലൈ ചെയ്താൽ IMU കിട്ടുമെന്ന് നമുക്ക് ലോജിക്കായിട്ട് ചെയ്യാം. അപ്പൊ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നമുക്ക് IMUവിലേക്ക് കണ്ടുപിടിക്കാനായിട്ട് പോകാം. ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യണമെന്ന് ആരും നിർബന്ധം പിടിക്കത്തില്ല. ആൻസർ രണ്ട് മെത്തേഡ് ചെയ്താലും സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് എഫക്റ്റീവ് ആണെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിവിടെ ചോദിച്ചിട്ട് നമ്മുടെ ടൈം അലൗട്ട് ചെയ്ത ടൈം ഏകദേശം തീർന്നിരിക്കുകയാണ്. ടീച്ചറെ, നോ ലോഡ് പവർ ഫാക്ടർ 0.3 ഇത്രയും കുറവായിരിക്കുമോ സാധാരണ എന്നൊരു കുട്ടി സംശയിക്കുന്നു. പോയിന്റ് പവർ ഫാക്ടർ അതായത് കോസ് 5 ആണ് 0.3 എന്ന് വന്നത്. അത് ലെസ് ദാൻ phi 0 ലെസ് ദാൻ 90 ഡിഗ്രി എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. വളരെ എന്നാൽ 90 ഡിഗ്രിക്ക് അടുത്തായിരിക്കും. 90 ഡിഗ്രിക്ക് അടുത്തായിരിക്കും, എന്നാൽ ലെസ് ദാൻ 90 ഡിഗ്രി ആണെന്നുള്ളത് കൊണ്ടാണ് കോസ് 5 എത്രയും ചെറുതായിട്ട് വരുന്നത്. അതല്ലാതെ വേറൊരു റീസൺ ഒന്നും ഇതിനില്ല. നമ്മുടെ അലൗട്ട് ചെയ്ത ടൈം ഏകദേശം തീർന്നിരിക്കുവാണ്. നിങ്ങൾ എല്ലാവരും ഇത് കുട്ടികളോട് ഞാനൊരു കാര്യം പറയുവാണ്. ഒന്ന് പറഞ്ഞോട്ടെ സാറേ. നിങ്ങളിത് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ സിറ്റർ ഇങ്ങനെ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കുട്ടികൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറൊരു മാർഗവുമില്ല. നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മൾ സർവൈവ് ചെയ്ത് പോയേ പറ്റൂ. അപ്പൊ ഇങ്ങനത്തെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ ഉഴപ്പാതെ മാക്സിമം നന്നായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. നിങ്ങൾക്ക് എഫക്റ്റീവ് ആയെന്ന് ഞാൻ വിശ്വസിക്കുവാണ്. എന്നോട് സഹകരിച്ച ഇത് ക്ലാസ് കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാനിപ്പോ പറയുന്നു. നമസ്കാരം. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കേട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പാർട്ടിസിപ്പൻസ് കുറവാണ്, പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് പറയണം ഇത്രയും നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറയണം. പിന്നെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുന്നു. ഇന്ന് നല്ല രീതിയിൽ ഒരു ക്ലാസ് എടുത്ത കാർമൽ പോളിടെക്നിക്കിലെ ലെക്ചറായ ടിനി ടീച്ചറിനോടും കൂടാതെ നമ്മുടെ പാനലിൽ ഉണ്ടായിരുന്ന ആകാശ് സാറ്, ഏലിയ സാറ്, അനിൽകുമാർ സാറ്, കൂടാതെ ഈ പ്രോഗ്രാം നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ഇതുവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സിറ്ററിനും അസാപ്പിനും കൂടാതെ ടെക്നിക്കൽ എഡ്യൂക്കേഷനും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തും. താങ്ക് യു. താങ്ക് യു സോ മച്ച്.